ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ 43-ാമത്തെ അധ്യായം, ശ്രീ യുക്തേശ്വരൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഭഗവാൻ കൃഷ്ണൻ. ഞാൻ ബോംബെയിലെ റീജന്റ് ഹോട്ടലിൽ എൻ്റെ മുറിയിലിരുന്നപ്പോൾ ആ അവതാരത്തിൻ്റെ മഹത്തായ രൂപം ഉജ്ജ്വലമായ പ്രകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 3-ാം നിലയിലെ തുറന്നുകിടന്ന ഏറെ പൊക്കമുള്ള ജാലകത്തിലൂടെ നോക്കിയപ്പോൾ തെരുവിൻ്റെ എതിരെയുള്ള ഒരു ഉയർന്ന കെട്ടിടത്തിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ആ അനിർവചനീയ ദൃശ്യം പെട്ടെന്ന് എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയായിരുന്നു. ആ ദിവ്യരൂപം പുഞ്ചിരിയോടെ എന്നെ നോക്കി കൈവീശുകയും ഉപചാരത്തിൽ തലയാട്ടുകയും ചെയ്തു. ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിച്ച സൂക്ഷ്മമായ സന്ദേശം എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോൾ ആശീർവാദത്തിൻ്റെ ആംഗ്യത്തോടെ അദ്ദേഹം മറഞ്ഞു. വിസ്മയകരമായി ഉത്കർഷം പൂണ്ട എനിക്ക് എന്തോ ആത്മീയാനുഭവം ഉണ്ടാകാൻ പോകുന്നുവെന്ന് തോന്നി. എൻ്റെ പാശ്ചാത്യയാത്ര തൽക്കാലം റദ്ദു ചെയ്തിരിക്കുകയായിരുന്നു. കൊൽക്കത്തയും പുരിയും വീണ്ടും സന്ദർശിക്കുവാൻ തിരിക്കുന്നതിനു മുമ്പ് ബോംബെയിൽ എനിക്ക് അനേകം പൊതുപ്രസംഗങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. 1936 ജൂൺ 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശ്രീകൃഷ്ണ ദർശനത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം ബോംബെ ഹോട്ടലിലെ എൻ്റെ കിടക്കയിൽ ഇരിക്കുകയായിരുന്ന എന്നെ ആനന്ദസന്ദായകമായ ഒരു പ്രകാശം ധ്യാനത്തിൽ നിന്ന് ഉണർത്തി. എൻ്റെ തുറന്ന വിസ്മയചകിതമായ കണ്ണുകൾക്ക് മുമ്പിൽ സൂര്യപ്രകാശം സ്വർഗീയ കാന്തിയായി രൂപാന്തരപ്പെട്ട് ആ മുറിയാകെ ഒരു വിചിത്ര ലോകമായി മാറി. ശ്രീ യുക്തേശ്വരൻ്റെ മാംസവും രക്തവും കൊണ്ടുള്ള രൂപം ഞാൻ കണ്ടപ്പോൾ ആനന്ദാതിരേകത്തിൻ്റെ അലമാലകൾ എന്നെ പൊതിഞ്ഞു. എൻ്റെ മകനെ, ദൈവമനോഹരമായ ഒരു മന്ദസ്മേരത്തോടെ ഗുരുദേവൻ വാത്സല്യപൂർവ്വം മുഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം നമസ്കരിച്ചില്ല. പകരം അദ്ദേഹത്തെ എൻ്റെ കരവലയത്തിൽ ആർത്തിയോടെ ഒതുക്കുന്നതിന് ക്ഷണത്തിൽ ഞാൻ മുമ്പോട്ട് നീങ്ങി. മുഹൂർത്തങ്ങളിൽ അപൂർവമായ മുഹൂർത്തം. ഇപ്പോൾ എന്നിൽ കോരിച്ചൊരിഞ്ഞ പരമാനന്ദവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിലെ മനോവ്യത തീരെ തുച്ഛമായ കഷ്ടനഷ്ടമായി ഞാൻ കണക്കാക്കി. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഗുരുദേവ, അങ്ങ് എന്താണ് എന്നെ വിട്ടുപോയത്? ആനന്ദാതിരേക്കത്താൽ എനിക്ക് വാക്കുകൾ കുഴങ്ങി. കുംഭമേളയ്ക്ക് പോകാൻ അങ്ങ് എന്തിനാണ് എന്നെ അനുവദിച്ചത്? അങ്ങയെ വിട്ടുപോയതിൽ ഞാൻ കഠിന വേദനയോടെ എന്നെ തന്നെ എത്രമാത്രം കുറ്റപ്പെടുത്തി. ഞാൻ ബാബാജിയെ ആദ്യമായി കണ്ട ആ തീർത്ഥസ്ഥാനം കാണാനുള്ള നിന്റെ ഉത്സാഹപൂർവമായ പ്രതീക്ഷയ്ക്ക് തടസ്സമാകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അല്പസമയത്തേക്കല്ലേ നിന്നെ വേർപിരിഞ്ഞുള്ളൂ. ഞാനിപ്പോൾ നിന്നോടൊപ്പമില്ലേ? പക്ഷേ ഈശ്വരൻ്റെ സിംഹമായ അങ്ങ് തന്നെയാണോ ഇത് ഗുരുദേവ? പുരിയിലെ ക്രൂരമായ മണ്ണിനടിയിൽ ഞാൻ മറവ് ചെയ്തതുപോലൊരു ശരീരമാണോ അങ്ങ് ധരിച്ചിരിക്കുന്നത്? അതെ എൻ്റെ കുഞ്ഞെ, ആ ഞാൻ തന്നെയാണിത്. മാംസവും രക്തവുമായ ഒരു ശരീരമാണിത്. ഞാനിതിനെ സൂക്ഷ്മമായി കാണുന്നെങ്കിലും നിന്റെ ദൃഷ്ടിയിൽ അത് ഭൗതികമാണ്. നിന്റെ സ്വപ്നലോകത്ത് നീ പുരിയിലെ സ്വപ്നമണ്ണിൽ മറവ് ചെയ്ത വിശ്വസ്വപ്ന ഭൗതിക ശരീരം പോലെ തന്നെയുള്ള തീർത്തും പുതുതായി ഒരു ശരീരം ഞാൻ പ്രപഞ്ച പരമാണുക്കളിൽ നിന്ന് സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഭൂമിയിലല്ല, ഒരു സൂക്ഷ്മഗ്രഹത്തിൽ. എൻ്റെ ഉയർന്ന മാനദണ്ഡങ്ങൾ തൃപ്തിപ്പെടുത്താൻ ഭൂമിയിലെ മനുഷ്യരെ അപേക്ഷിച്ച് കൂടുതൽ പ്രാപ്തരാണ് അവിടുത്തെ താമസക്കാർ. അവിടെ നീയും നിന്റെ ശ്രേഷ്ഠരായ പ്രേമഭാചനങ്ങളും എന്നോട് ചേരാൻ ഒരു നാൾ വന്നെത്തും. മരണമില്ലാത്ത ഗുരു, എനിക്ക് കൂടുതൽ പറഞ്ഞു തരൂ. ഗുരുദേവൻ പെട്ടെന്ന് കുസൃതിയോടെ അടക്കി ചിരിച്ചു. പ്രിയപ്പെട്ട കുഞ്ഞെ, ദയവായി നിന്റെ പിടി ഒന്ന് അയക്കുകയില്ലേ? ഒരല്പം മാത്രം. അദ്ദേഹത്തെ ഒരു നീരാളിപ്പിടുത്തത്തിൽ വരിഞ്ഞു മുറുകിയിരിക്കുകയായിരുന്നു ഞാൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയാലുള്ള ലഘുസുഗന്ധം മുമ്പെന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ മഹത്തായ മുഹൂർത്തം ഓർക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ദിവ്യശരീര സ്പർശത്തിൻ്റെ ആ രോമാഞ്ചകാരിയായ അനുഭൂതി എൻ്റെ കൈകളുടെ അകവശത്തും ഉള്ളംകൈയിലും ഇപ്പോഴും നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ ശാരീരിക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവയെ ഒടുക്കുവാൻ സഹായിക്കാനായി പ്രവാചകരെ ഭൂമിയിലേക്ക് അയക്കുന്നതുപോലെ ഒരു സൂക്ഷ്മലോകത്തിലെ രക്ഷകനായി സേവനമനുഷ്ഠിക്കാൻ ഈശ്വരൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. ശ്രീ യുക്തേശ്വരൻ വിശദീകരിച്ചു. അതിനെ ഹിരണ്യലോകം എന്ന് വിളിക്കുന്നു. അവിടെ ആത്മീയ വികാസം നേടിയവരെ അവരുടെ സൂക്ഷ്മകർമ്മങ്ങളിൽ നിന്ന് വിമുക്തരാക്കാനും അങ്ങനെ സൂക്ഷ്മലോക പുനർജനിയിൽ നിന്ന് സ്വതന്ത്രരാക്കാനും ഞാൻ സഹായിക്കുന്നു. ഹിരണ്യലോകവാസികൾ ആത്മീയമായി വളരെ പുരോഗതി നേടിയവരാണ്.
അവരെല്ലാം ഭൂമിയിലെ അവരുടെ ഒടുവിലത്തെ ജന്മത്തിൽ ഭൗതിക ശരീരം ബോധപൂർവം മരണസമയത്ത് വെടിയാനുള്ള ധ്യാനലബ്ധമായ ശേഷി സമാർജിച്ചവരാണ്. ഭൂലോകവാസത്തിൽ സവികൽപ്പ സമാധ്യാവസ്ഥ കടന്ന് നിർവികൽപ്പ സമാധ്യാവസ്ഥ അനുഭവിച്ചിട്ടില്ല എങ്കിൽ ആർക്കും ഹിരണ്യലോകത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല. ഭൂമിയിൽ നിന്നുള്ള ഏറെക്കുറെ മുഴുവൻ പേരും മരിക്കുമ്പോൾ പോകേണ്ട സാധാരണ സൂക്ഷ്മലോക ഗോളങ്ങളെ ഹിരണ്യലോകവാസികൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷ്മലോകങ്ങളിലെ കഴിഞ്ഞകാല കർമ്മങ്ങളുടെ അനേകം ബീജങ്ങൾ അവർ അവിടെ വെച്ച് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറെ പുരോഗതി നേടിയ ഭക്താത്മാക്കൾക്കല്ലാതെ മറ്റാർക്കും സൂക്ഷ്മലോകങ്ങളിൽ വസിക്കുമ്പോൾ ഇത്തരം പാപമോചന കർമ്മങ്ങൾ ഫലപ്രദമായി ചെയ്യാൻ കഴിയുകയില്ല. എന്നിട്ട് സൂക്ഷ്മലോക കർമ്മങ്ങളുടെ അല്പം മാത്രമായ ലാഞ്ചനയിൽ നിന്നു പോലും തങ്ങളുടെ ആത്മാക്കളെ മോചിപ്പിക്കാൻ ഈ മുമുക്ഷുക്കൾ പ്രപഞ്ച നിയമത്താൽ നിർബന്ധിതരായി പുതിയ ശരീരങ്ങളിൽ സൂക്ഷ്മ സൂര്യൻ അഥവാ സ്വർഗം ആയ ഹിരണ്യലോകത്ത് പുനർജനിക്കുന്നു. ഈ ലോകത്ത് അവരെ സഹായിക്കാനാണ് ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. ശ്രേഷ്ഠമായ കാരണലോകത്തു നിന്ന് വന്നിട്ടുള്ള ഏറെക്കുറെ പൂർണ്ണതയെത്തിയ ദേഹികളും ഹിരണ്യലോകത്തുണ്ട്. എൻ്റെ മനസ്സ് ഇപ്പോൾ എൻ്റെ ഗുരുദേവൻ്റെ മനസ്സുമായി അത്രമാത്രം സമ്പൂർണമായ താതാത്മ്യത്തിലായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ വാക്ചിത്രങ്ങൾ ഭാഗികമായി വാക്കുകളിലൂടെയും ഭാഗികമായി വിചാരസംക്രമണത്തിലൂടെയുമാണ് അദ്ദേഹം എന്നിലേക്ക് പകർന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയസംക്ഷേപങ്ങൾ അതിവേഗം സ്വീകരിക്കുകയായിരുന്നു. ഗുരുദേവൻ തുടർന്നു. മനുഷ്യന്റെ ആത്മാവിനെ ക്രമത്തിൽ 3 ശരീരങ്ങളിൽ ഈശ്വരൻ അടക്കം ചെയ്തിരിക്കുന്നുവെന്ന് വേദഗ്രന്ഥങ്ങളിൽ നീ വായിച്ചിട്ടുണ്ട്. ആശയശരീരം അഥവാ കാരണശരീരം, മനുഷ്യന്റെ മാനസികവും വൈകാരികവുമായ സ്വഭാവങ്ങളുടെ ഇരിപ്പിടമായ സൂക്ഷ്മശരീരം, ഭൗതികമായ സ്ഥൂല ശരീരം. ശാരീരികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യൻ സജ്ജനായിരിക്കുന്നത്. ഒരു സൂക്ഷ്മലോകവാസി പ്രവർത്തിക്കുന്നത് തൻ്റെ ബോധവും വികാരങ്ങളും ജീവരേണുക്കളാൽ നിർമ്മിതമായ ശരീരവും കൊണ്ടാണ്. കാരണശരീരിയായ ഒരു ആത്മാവ് ആശയങ്ങളുടെ പരമാനന്ദ ലോകങ്ങളിൽ വർത്തിക്കുന്നു. എൻ്റെ പ്രവർത്തനം കാരണലോകത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന സൂക്ഷ്മലോക മുമുക്ഷുക്കൾക്ക് വേണ്ടിയാണ്. ആരാധ്യനായ ഗുരുദേവ, സൂക്ഷ്മലോകത്തെപ്പറ്റി എന്നോട് കൂടുതൽ പറയൂ. ശ്രീ യുക്തേശ്വരൻ്റെ അപേക്ഷ അനുസരിച്ച് എൻ്റെ പിടി ഞാൻ കുറച്ചൊന്ന് അയച്ചുവെങ്കിലും എൻ്റെ കരങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു. എല്ലാ നിധികളിലും വെച്ച് അമൂല്യനിധിയായ എൻ്റെ ഗുരുദേവൻ മരണത്തെ പരിഹസിച്ച് തള്ളിക്കൊണ്ട് എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. സൂക്ഷ്മലോകവാസികൾ നിറഞ്ഞു കവിയുന്ന നിരവധി സൂക്ഷ്മഗ്രഹങ്ങളുണ്ട്, ഗുരുദേവൻ പറഞ്ഞു തുടങ്ങി. അവിടുത്തെ നിവാസികൾ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാൻ സൂക്ഷ്മവിമാനങ്ങൾ അഥവാ പ്രകാശപിണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു. ഇവ വൈദ്യുതിയേക്കാളും വികിരണ ഊർജത്തേക്കാളും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നു. പ്രകാശത്തിൻ്റെയും നിറത്തിൻ്റെയും വിവിധ സൂക്ഷ്മ സ്പന്ദനങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മപ്രപഞ്ചം ഭൗതിക പ്രപഞ്ചത്തേക്കാൾ 100 കണക്കിന് മടങ്ങു വലുതാണ്. അതിഭീമവും പ്രകാശമാനവുമായ സൂക്ഷ്മലോകം എന്ന ബലൂണിൻ്റെ കീഴിൽ വളരെ ചെറിയ ഒരു ഖരമായ കട്ട പോലെ ഈ ഭൗതിക പ്രപഞ്ചം തൂങ്ങിക്കിടക്കുന്നു. അനവധി സ്ഥൂല സൂര്യന്മാരും നക്ഷത്രങ്ങളും ശൂന്യാകാശത്ത് ചുറ്റിത്തിരിയുന്നത് പോലെ തന്നെ എണ്ണമറ്റ സൂക്ഷ്മലോക സൗരയൂഥങ്ങളും താരാഗണ സഞ്ചയവും ഉണ്ട്. അവയുടെ ഗ്രഹങ്ങൾക്ക് സൂക്ഷ്മലോക സൂര്യചന്ദ്രന്മാരുണ്ട്. സൂക്ഷ്മലോക സൂര്യചന്ദ്രന്മാർ സ്ഥൂല സൂര്യചന്ദ്രന്മാരെക്കാൾ കൂടുതൽ മനോഹരമാണ്. സൂക്ഷ്മലോക ജ്യോതിർഗോളങ്ങൾ ധ്രുവദീപ്തികൾ പോലെയാണ്. സൂക്ഷ്മ സൂര്യൻ്റെ ധ്രുവദീപ്തി മൃദുകിരണനായ ചന്ദ്രൻ്റേതിനേക്കാൾ ഉജ്ജ്വലമാണ്. സൂക്ഷ്മലോക ദിനരാത്രങ്ങൾ ഭൗമദിനരാത്രങ്ങളെക്കാൾ ദീർഘമാണ്. സൂക്ഷ്മലോകം അതീവ സുന്ദരവും ശുചിത്വമാർന്നതും ശുദ്ധവും ചിട്ടയുമുള്ളതാണ്. മൃതഗ്രഹങ്ങളോ തരിശുഭൂമികളോ അവിടെയില്ല. ഭൂതലത്തിൻ്റെ കളങ്കങ്ങളായ കളകളും സൂക്ഷ്മാണുജീവികളും കീടങ്ങളും പാമ്പുകളും അവിടെയില്ല. ഭൂമിയിലെ മാറിമറിയുന്ന കാലാവസ്ഥയുമില്ല. ഇവയ്ക്ക് വ്യത്യസ്തമായി സൂക്ഷ്മലോകത്ത് ഇടയ്ക്കിടെയുള്ള തിളങ്ങുന്ന ഹിമധൂളിപാതവും വിവിധ വർണ്ണങ്ങളിലെ പ്രകാശങ്ങളുടെ മഴയുമുള്ള നിത്യവസന്തത്തിൻ്റെ മിതശീതോഷ്ണം നിലനിൽക്കുന്നു. സൂക്ഷ്മഗ്രഹങ്ങളിൽ വിവിധ നിറങ്ങളിൽ തിളങ്ങുന്ന തടാകങ്ങളും പ്രകാശമാനമായ സമുദ്രങ്ങളും മഴവില്ല് പോലുള്ള നദികളും ധാരാളമുണ്ട്. സാധാരണ സൂക്ഷ്മപ്രപഞ്ചത്തിൽ കുറെ കൂടി സൂക്ഷ്മതരമായ ഹിരണ്യലോക സ്വർഗത്തിലല്ല, ക്രമാനുസാരം വിവിധ സൂക്ഷ്മഗ്രഹങ്ങളിൽ നിവസിക്കുന്ന ഏറെക്കുറെ അടുത്ത കാലത്ത് ഭൂമിയിൽ നിന്നെത്തിയ സൂക്ഷ്മലോക രൂപികളും ദേവതകൾ, ജലകന്യകകൾ,
മത്സ്യങ്ങൾ, മൃഗങ്ങൾ, ഭൂതപ്രേതങ്ങൾ, അർദ്ധദേവന്മാർ, മറ്റ് സത്വങ്ങൾ എന്നീ കോടാനുകോടി സൂക്ഷ്മ ശരീരികളുമാണുള്ളത്. ശിഷ്ടാത്മാക്കൾക്കും ദുഷ്ടാത്മാക്കൾക്കും ഗോളാകൃതിയായ വിവിധ മന്ദിരങ്ങൾ അഥവാ സ്പന്ദന മേഖലകളാണ് നൽകിയിരിക്കുന്നത്. ശിഷ്ടാത്മാക്കൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം, പക്ഷേ ദുഷ്ടാത്മാക്കളെ ചില പരിമിത മേഖലകളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. മനുഷ്യർ ഭൂമുഖത്തും, മണ്ണിരകൾ മണ്ണിനടിയിലും, മത്സ്യങ്ങൾ ജലത്തിലും, പക്ഷികൾ വായുവിലും ജീവിക്കുന്നതുപോലെ വിവിധ നിലവാരത്തിലെ സൂക്ഷ്മലോകവാസികൾക്ക് അനുയോജ്യമായ സ്പന്ദനക്ഷേത്രം നീക്കിവച്ചിരിക്കുന്നു. മറ്റ് സൂക്ഷ്മലോകങ്ങളിൽ നിന്നും നിഷ്കാസിതരായ പതിതാത്മാക്കളുടെ ഇടയിൽ സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രാണരേണുക്കളുടെ വിസ്ഫോടന സാമഗ്രികൾ കൊണ്ടോ മാനസികമായ മാന്ത്രിക സ്പന്ദന രശ്മികൾ കൊണ്ടോ ആണ് ഇത് നടത്തുക. തങ്ങളുടെ ദുഷ്കർമ്മങ്ങളെ അനുഭവിച്ചു തീർത്തുകൊണ്ട് ഈ ആത്മാക്കൾ സൂക്ഷ്മലോകത്തിൻ്റെ അന്ധകാരാവൃതമായ പാതാള പ്രപഞ്ചത്തിൽ വസിക്കുന്നു. ആ അന്ധകാരാവൃതമായ സൂക്ഷ്മലോക കാരാഗൃഹത്തിനു മേലെയുള്ള വിശാലമായ മേഖലകളെല്ലാം പ്രകാശമാനവും രമണീയവുമാണ്. ഈശ്വരേച്ഛയും അദ്ദേഹത്തിൻ്റെ പരിപൂർണതയുടെ പദ്ധതിക്കും ഭൂമിയേക്കാൾ കൂടുതൽ സ്വാഭാവികമായി പൊരുത്തപ്പെടുന്നതാണ് സൂക്ഷ്മപ്രപഞ്ചം. ഓരോ സൂക്ഷ്മലോക വസ്തുവും പ്രാഥമികമായി ഈശ്വരേച്ഛയും ഭാഗികമായി സൂക്ഷ്മലോക നിവാസികളുടെ ഇച്ഛയ്ക്കുമനുസരിച്ചാണ് ആവിർഭവിക്കുക. ഈശ്വര സൃഷ്ടിയിൽ ഏതിൻ്റെയും ചാരുതയും രൂപവും വ്യത്യാസപ്പെടുത്തുവാനോ അവയുടെ മേന്മ വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള കഴിവ് അവർക്കുണ്ട്. സൂക്ഷ്മപ്രപഞ്ചം ഇച്ഛാനുസാരം വ്യത്യസ്തമാക്കുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും ജഗതീശ്വരൻ തൻ്റെ സൂക്ഷ്മലോക സന്താനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ ഒരു ഖരവസ്തുവിനെ സ്വാഭാവിക മാർഗങ്ങളിലൂടെയോ രാസപ്രക്രിയയിലൂടെയോ വേണം ദ്രവമോ മറ്റു രൂപമോ ആക്കി മാറ്റാൻ. പക്ഷേ സൂക്ഷ്മലോകത്തിലെ ഖരവസ്തുക്കൾ ദ്രാവകമോ വാതകമോ ഊർജമോ ആയി തൽക്ഷണം മാറുന്നത് അന്തേവാസികളുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഗുരുദേവൻ തുടർന്നു. കടലിലും കരയിലും ആകാശത്തും തുടരെയുള്ള യുദ്ധങ്ങളും കൊലപാതകങ്ങളും കൊണ്ട് ഭൂമി അന്ധകാരാവൃതമാണ്. പക്ഷേ സൂക്ഷ്മലോകതലങ്ങൾ അനുരഞ്ജനവും സമത്വവും കൊണ്ട് സന്തുഷ്ടമാണ്. സൂക്ഷ്മലോകവാസികൾ ഇച്ഛിക്കുമ്പോൾ അവരുടെ രൂപം ആവിർഭവിപ്പിക്കുകയോ അന്തർധാനം ചെയ്യിക്കുകയോ ചെയ്യുന്നു. പുഷ്പങ്ങൾക്കും മത്സ്യങ്ങൾക്കും മൃഗങ്ങൾക്കും രൂപപരിണാമം വരുത്തി ഒരു നിശ്ചിത സമയത്തേക്ക് സൂക്ഷ്മലോക മനുഷ്യരാകുവാൻ കഴിയും. സൂക്ഷ്മലോക ജീവികൾക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാനും അനായാസേന ആശയവിനിമയം നടത്തുവാനും സാധിക്കുന്നു. സ്ഥിരവും നിശ്ചിതവുമായ ഒരു പ്രകൃതി നിയമവും അവരെ തളച്ചു നിർത്തുന്നില്ല. ഉദാഹരണത്തിന് സൂക്ഷ്മലോകത്തെ ഏതു വൃക്ഷത്തോടും ഒരു സൂക്ഷ്മലോക മാങ്ങയോ ഒരു പുഷ്പമോ മറ്റേതൊരു വസ്തുവുമോ സൃഷ്ടിക്കാൻ സഫലമായി ആവശ്യപ്പെടാം. കാർമ്മികമായ ചില പരിമിതികളുണ്ടെങ്കിലും വിവിധ രൂപങ്ങളുടെ അഭികാമ്യതയെപ്പറ്റി വിവേചനങ്ങളൊന്നുമില്ല. എല്ലാ വസ്തുക്കളും ജഗതീശ്വരൻ്റെ സചേതനമായ പ്രകാശത്താൽ തുടിക്കുന്നു. ആരും സ്ത്രീക്ക് ജനിക്കുന്നില്ല. സൂക്ഷ്മലോകവാസികൾ പ്രപഞ്ചവ്യാപിയായ ഇച്ഛയാൽ പ്രത്യേക മാതൃകകൾ സാന്ദ്രീകൃതമായ സൂക്ഷ്മരൂപങ്ങളിൽ സന്താനങ്ങളെ ആവിർഭവിപ്പിക്കുന്നു. അടുത്ത സമയത്ത് ശരീരം വിയോഗം സംഭവിച്ച ഒരു വ്യക്തി സമാനമായ മാനസികവും ആത്മീയവുമായ പ്രവണതകളാൽ ആകൃഷ്ടമായി ഒരു സൂക്ഷ്മലോക കുടുംബത്തിലേക്ക് ക്ഷണം സ്വീകരിച്ച് വന്നെത്തുന്നു. സൂക്ഷ്മ ശരീരത്തിന് ചൂടോ തണുപ്പോ പ്രകൃതിയുടെ മറ്റവസ്ഥകളോ ബാധകമല്ല. ശരീരഘടനയിൽ സഹസ്രാര പത്മവും സുഷുമ്നയിലെ ജാഗ്രതായ 6 കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. ഹൃദയം സൂക്ഷ്മ മസ്തിഷ്കത്തിൽ നിന്ന് വിശ്വപ്രാണനും പ്രകാശവും സ്വീകരിച്ച് അവയെ സൂക്ഷ്മനാഡികൾക്കും ശരീരകോശങ്ങൾക്കും വിതരണം ചെയ്യുന്നു. സൂക്ഷ്മദേഹികൾക്ക് പ്രാണശക്തി കൊണ്ടോ പവിത്ര മന്ത്രങ്ങളുടെ സ്പന്ദനങ്ങളാലോ സ്വന്തം രൂപത്തിൽ മാറ്റം വരുത്താനുള്ള കഴിവുണ്ട്. മിക്കപ്പോഴും സൂക്ഷ്മശരീരം ഏറ്റവും ഒടുവിൽ ധരിച്ചിരുന്ന ഭൗതിക ശരീരത്തിൻ്റെ ഒരു തനിപ്പകർപ്പായിരിക്കും. ഒരു സൂക്ഷ്മദേഹിയുടെ മുഖവും രൂപവും തൻ്റെ ഇക്കഴിഞ്ഞ ഭൂലോകവാസത്തിലെ യുവത്വത്തിലേതുപോലെയായിരിക്കും. ഇടയ്ക്കിടെ എന്നെപ്പോലെ ചിലർ വാർദ്ധക്യത്തിലെ രൂപം തിരഞ്ഞെടുക്കുന്നു. യുവത്വത്തിൻ്റെ ചൈതന്യം പ്രകാശിപ്പിച്ച ഗുരുദേവൻ ഉല്ലാസത്തോടെ അടക്കിച്ചിരിച്ചു. പഞ്ചേന്ദ്രിയങ്ങളാൽ മാത്രം അറിയുന്ന സ്ഥാനികവും ത്രിമാനവുമായ ഭൗതിക ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി സൂക്ഷ്മലോകം സർവംഗ്രാഹിയായ 6ാം ഇന്ദ്രിയമെന്ന അന്തർജ്ഞാനം കൊണ്ട് കാണാവുന്നതാണ്. ശ്രീ യുക്തേശ്വരൻ തുടർന്നു.
അന്തർജ്ഞാനത്തിൻ്റെ അനുഭൂതി ഒന്നുകൊണ്ട് സൂക്ഷ്മലോകവാസികൾ എല്ലാവരും കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നു. അവർക്ക് 3 കണ്ണുകളുണ്ട്. അവയിൽ 2 ഭാഗികമായി അടഞ്ഞിരിക്കുന്നു. മൂന്നാമത്തേതും പ്രധാനവുമായ നെറ്റിയിലെ ലംബമായ സൂക്ഷ്മനേത്രം തുറന്നിരിക്കുന്നു. സൂക്ഷ്മലോകവാസികൾക്ക് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ ബാഹ്യേന്ദ്രിയങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശരീരത്തിലെ ഏതു ഭാഗത്തിലൂടെയും അനുഭൂതികൾ ഉൾക്കൊള്ളുന്നതിന് അവർ അന്തർജ്ഞാന ബോധം ഉപയോഗപ്പെടുത്തുന്നു. അവർക്ക് ചെവിയിലൂടെയോ മൂക്കിലൂടെയോ തൊലിയിലൂടെയോ കാണാം. അതുപോലെ കണ്ണോ നാക്കോ കൊണ്ട് കേൾക്കാനും ചെവിയോ ത്വക്കോ കൊണ്ട് രുചിക്കാനുമെല്ലാം സാധിക്കുന്നു. മനുഷ്യൻ്റെ സ്ഥൂല ശരീരം എണ്ണിയാൽ ഒടുങ്ങാത്ത അപകടങ്ങൾക്ക് വിധേയവും എളുപ്പത്തിൽ പരിക്കോ അംഗഭംഗമോ ഏൽക്കുന്നതുമാണ്. എന്നാൽ സൂക്ഷ്മ ശരീരത്തിന് വല്ലപ്പോഴും മുറിവോ പോറലോ സംഭവിച്ചേക്കാമെങ്കിലും ഇച്ഛാശക്തി മാത്രം കൊണ്ട് അത് ഉടൻ തന്നെ സുഖം പ്രാപിക്കുന്നു. സൂക്ഷ്മലോക നിവാസികളെല്ലാം സൗന്ദര്യമുള്ളവരാണോ ഗുരുദേവ? സൂക്ഷ്മലോകത്ത് സൗന്ദര്യം ഒരു ആത്മീയ ഗുണമായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലാതെ അത് ബാഹ്യമായി സ്ഥിരീകരിക്കേണ്ട ഒന്നല്ല. ശ്രീയുക്തേശ്വരൻ മറുപടി പറഞ്ഞു. സൂക്ഷ്മദേഹികൾ അതുകൊണ്ട് മുഖലക്ഷണങ്ങൾക്കൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. എന്നിരുന്നാലും വർണ്ണാഭമായ പുതുശരീരങ്ങൾ സൂക്ഷ്മമായി ആവിർഭവിപ്പിച്ച് അണിയാനുള്ള വിശേഷാധികാരം അവർക്കുണ്ട്. ലോകത്ത് മനുഷ്യർ ആഘോഷവേളകളിൽ പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നതുപോലെ സൂക്ഷ്മലോകവാസികൾ പ്രത്യേകമായി സംവിധാനം ചെയ്ത രൂപങ്ങൾ കൊണ്ട് സ്വയം അലങ്കരിക്കാൻ അവസരങ്ങൾ കണ്ടെത്തുന്നു. ഒരു ദേഹി ആത്മീയ പുരോഗതിയിലൂടെ സൂക്ഷ്മലോകത്തു നിന്ന് മോചിതനാകുകയും അങ്ങനെ കാരണലോകത്തിൻ്റെ സ്വർഗം പോകാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഹിരണ്യലോകം പോലുള്ള ഉന്നതതരമായ സൂക്ഷ്മഗ്രഹങ്ങളിൽ സൂക്ഷ്മലോക ആഘോഷങ്ങൾ നടത്തപ്പെടുന്നു. അത്തരം അവസരങ്ങളിൽ അദൃശ്യനായ സ്വർഗപിതാവും അദ്ദേഹത്തിൻ്റെ വിലയം പ്രാപിച്ച വിശുദ്ധാത്മാക്കളും അവർക്കിഷ്ടമുള്ള ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും പ്രസ്തുത ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ സന്തുഷ്ടനാക്കാനായി മഹാപ്രഭു ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കുന്നു. ഭക്തിയിലൂടെയാണ് ആരാധിച്ചതെങ്കിൽ ഭക്തൻ ഈശ്വരനെ ദിവ്യജനനിയായി കാണുന്നു. ശ്രീ യേശുവിന് ആദ്യന്തരഹിതൻ്റെ പിതൃഭാവമായിരുന്നു മറ്റു സങ്കല്പങ്ങളെക്കാൾ വശ്യമായി അനുഭവപ്പെട്ടത്. തൻ്റെ സൃഷ്ടികൾക്ക് ഓരോന്നിനും സ്രഷ്ടാവ് പ്രദാനം ചെയ്തിരിക്കുന്ന വ്യക്തിത്വം പ്രഭുവിൻ്റെ ജ്ഞാനാമുഖ പ്രതിഭയുടെ മേൽ ചിന്ത്യവും അചിന്ത്യവുമായ സകല ആവശ്യങ്ങളും ഉന്നയിക്കുന്നു. ഗുരുദേവനും ഞാനും സന്തോഷത്തോടെ ഒരുമിച്ച് ചിരിച്ചു. മറ്റു ജന്മങ്ങളിലെ സുഹൃത്തുക്കൾ സൂക്ഷ്മലോകത്തെ എളുപ്പത്തിൽ തിരിച്ചറിയുന്നു. തൻ്റെ സംഗീതാത്മകമായ സ്വരത്തിൽ ശ്രീയുക്തേശ്വരൻ തുടർന്നു പറഞ്ഞു. സൗഹൃദത്തിൻ്റെ അനശ്വരതയിൽ ആനന്ദിക്കുന്ന അവർ ഐഹിക ജീവിതത്തിലെ ശോകപൂർണവും വിഭ്രാമകവുമായ വേർപാടുകളുടെ സമയത്ത് പലപ്പോഴും സംശയിച്ചു പോയിരുന്ന പ്രേമത്തിൻ്റെ അനശ്വരത മനസ്സിലാക്കുന്നു. സൂക്ഷ്മലോകവാസികളുടെ അന്തർധാനം മറയെ തുളച്ചിറങ്ങുകയും ഭൂമിയിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ തൻ്റെ 6ാമത്തെ ഇന്ദ്രിയം ഒരുവിധം വികാസം പ്രാപിക്കാതെ മനുഷ്യന് സൂക്ഷ്മലോകത്തെ ദർശിക്കാൻ കഴിയുകയില്ല. ആയിരക്കണക്കിന് ഭൂലോകവാസികൾ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരു സൂക്ഷ്മലോകദേഹിയെയോ ഒരു സൂക്ഷ്മലോകത്തെയോ കണ്ടിട്ടുണ്ട്. പ്രപഞ്ച ഭരണത്തിൻ്റെ സങ്കീർണ പ്രശ്നങ്ങളും ഭൂബദ്ധരായ ആത്മാക്കൾ എന്ന മുടിയരായ പുത്രരുടെ വിമോചനവും കൈകാര്യം ചെയ്യുന്നതിൽ സഹായിച്ചുകൊണ്ട് ആത്മീയ ഉന്നതി നേടിയ ഹിരണ്യലോകവാസികൾ നീണ്ട സൂക്ഷ്മലോക ദിനരാത്രങ്ങളിലൂടെ ഏറെയും പരമാനന്ദ നിർവൃതിയിൽ ഉണർന്നിരിക്കുന്നു. ഹിരണ്യലോകദേഹികൾ ഉറങ്ങുമ്പോൾ അവർ അപൂർവമായി സ്വപ്നസമാനമായി സൂക്ഷ്മലോക ദൃശ്യങ്ങൾ കാണുന്നു. ഏറ്റവും ഉയർന്ന നിലയിലുള്ള ബോധപൂർവമായ നിർവികൽപ്പ സമാധിയുടെ പരമാനന്ദത്തിൽ അവരുടെ മനസ്സ് മിക്കപ്പോഴും നിർലീനമായിരിക്കും. എങ്കിലും സൂക്ഷ്മലോകങ്ങളുടെ സർവ്വഭാഗങ്ങളിലും വസിക്കുന്നവർ മനോവേദനയ്ക്ക് വിധേയരാണ്. സദാചാരത്തിലോ സത്യദർശനത്തിലോ എന്തെങ്കിലും പിഴ പറ്റിയാൽ ഹിരണ്യലോകം പോലുള്ള സൂക്ഷ്മഗ്രഹങ്ങളിലെ ഉത്കൃഷ്ടരായ ആത്മാക്കളുടെ അതിവേഗം പ്രതികരിക്കുന്ന മനസ്സുകളിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്നു. ആധ്യാത്മിക പുരോഗതിയിൽ അധികം മുന്നേറിയ ഈ ആത്മാക്കൾ അവരുടെ ഓരോ പ്രവൃത്തിയും വിചാരവും ആത്മീയ നിയമത്തിൻ്റെ പൂർണ്ണതയുമായി പൊരുത്തപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. സൂക്ഷ്മലോക നിവാസികൾ തമ്മിലുള്ള ആശയവിനിമയം മുഴുവൻ തന്നെ മനപ്രേഷണത്താലും സൂക്ഷ്മദർശനത്താലുമാണ് നടക്കുന്നത്. വാമൊഴിയും വരമൊഴിയും കൊണ്ട് ഭൂവാസികൾ സഹിക്കേണ്ടി വരുന്ന ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളും ഒന്നും തന്നെ അവിടെയില്ല. ചലച്ചിത്രത്തിൻ്റെ തിരശീലയിലെ കഥാപാത്രങ്ങൾ പ്രകാശസ്പഷ്ടമായ
ചിത്രശൃംഖലയിൽ ചലിക്കുകയും വിവിധ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യുന്നുവെങ്കിലും വാസ്തവത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ല. അതുപോലെ സൂക്ഷ്മലോക നിവാസികൾ പ്രകാശരൂപങ്ങളായി വിശേഷബുദ്ധിയാൽ നയിക്കപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് പ്രാണവായുവിൽ നിന്ന് ശക്തി സംഭരിക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ലാതെയാണ്. ഖരങ്ങളെയും ദ്രാവകങ്ങളെയും വാതകങ്ങളെയും വായുവിലെ ജീവോർജ്ജത്തെയും ജീവൻ നിലനിർത്താൻ മനുഷ്യൻ ആശ്രയിക്കുന്നു. എന്നാൽ സൂക്ഷ്മലോക നിവാസികളെ മുഖ്യമായും നിലനിർത്തുന്നത് പ്രപഞ്ചപ്രകാശമാണ്. എൻ്റെ ഗുരുദേവ, സൂക്ഷ്മലോകവാസികൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമോ? എൻ്റെ എല്ലാ ഉപാധികളുടെയും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും സ്വീകരണ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിസ്മയാവഹമായ ആശയാവിഷ്കാരങ്ങൾ ഞാൻ ആവോളം പാനം ചെയ്യുകയായിരുന്നു. സത്യത്തിൻ്റെ അതിബോധജ്ഞാന ദർശനങ്ങൾ നിത്യമായ യാഥാർത്ഥ്യവും മാറ്റമില്ലാത്ത ഒന്നുമായിരിക്കും. അതേസമയം ഇന്ദ്രിയാനുഭൂതികളും ധാരണകളും താൽക്കാലികവും ആപേക്ഷികവുമായ സത്യത്തിനപ്പുറം ഒന്നുമല്ല. അതിനാൽ അവയെ പറ്റിയുള്ള മനുഷ്യൻ്റെ ഓർമ്മ പെട്ടെന്ന് മങ്ങിപ്പോകുന്നു. എൻ്റെ ഗുരുദേവൻ്റെ വാക്കുകൾ എൻ്റെ സത്തയുടെ താളിൽ അത്ര അധികം ആഴത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരുന്നതിനാൽ എൻ്റെ മനസ്സിനെ സമാധിയാവസ്ഥയിലാക്കി എനിക്ക് ആ ദിവ്യാനുഭവം എപ്പോൾ വേണമെങ്കിലും ആവർത്തിച്ച് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. പ്രകാശമാനവും കിരണസദൃശവുമായ സസ്യങ്ങൾ സൂക്ഷ്മലോക മണ്ണിൽ ധാരാളമുണ്ട്, അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മലോക നിവാസികൾ പച്ചക്കറികൾ ഭക്ഷിക്കുകയും അതിമനോജ്ഞമായ പ്രകാശ സ്രോതസ്സുകളിലും സൂക്ഷ്മലോക സരിത്തുകളിലും ഒഴുകുന്ന തേൻ കുടിക്കുകയും ചെയ്യുന്നു. സാധാരണയായി ഭൂതലത്തിലെ മനുഷ്യരുടെ അദൃശ്യമായ ചിത്രങ്ങൾ ആകാശത്തു നിന്ന് വരുത്തി ഒരു ടെലിവിഷൻ ഉപകരണത്താൽ ദൃശ്യമാക്കാനും പിന്നീട് ശൂന്യതയിൽ ഉപേക്ഷിക്കാനും കഴിയുന്ന അതേപോലെ പച്ചക്കറികൾ, ചെടികൾ, പഴങ്ങൾ എന്നിവയുടെ ഈശ്വരസൃഷ്ടവും അദൃശ്യവുമായി സൂക്ഷ്മാകാശത്ത് ഒഴുകി നടക്കുന്ന സങ്കല്പരൂപങ്ങളെ നിവാസികളുടെ ആജ്ഞകൾ സൂക്ഷ്മഗ്രഹങ്ങളിൽ ആവിർഭവിപ്പിക്കുന്നു. അതേ രീതിയിൽ അവരുടെ ഏറ്റവും വിചിത്രമായ ഭാവനാവിലാസങ്ങളിൽ നിന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ആവിർഭവിപ്പിക്കുന്നു. പിന്നീട് സൂക്ഷ്മാകാശത്തിൻ്റെ അദൃശ്യതയിലേക്ക് അവ മടങ്ങുകയും ചെയ്യുന്നു. ഹിരണ്യലോകം പോലുള്ള സ്വർലോകങ്ങളിലെ നിവാസികൾ ആഹാരം കഴിക്കുകയെന്ന ആവശ്യത്തിൽ നിന്ന് ഏറെക്കുറെ വിമോചിതരാണ്. ഏതാണ്ട് പരിപൂർണത പ്രാപിച്ച കാരണലോകവാസികളുടെ നിരുപാധികമായ അസ്തിത്വം ഇതിലും ഉദാത്തമാണ്. പരമാനന്ദ നിർവൃതിയുടെ അമൃത് മാത്രമാണ് അവരുടെ ആഹാരം. ഭൂമിയിൽ നിന്നും വിമോചിപ്പിക്കപ്പെട്ട ഒരു സൂക്ഷ്മലോക നിവാസി സൂക്ഷ്മലോക പ്രപഞ്ചത്തിൻ്റെ വിവിധ മേഖലകളിൽ അപ്പോഴപ്പോൾ അവർ പ്രത്യക്ഷപ്പെടുമ്പോൾ അസംഖ്യം ബന്ധുജനങ്ങളെയും അച്ഛനമ്മമാരെയും ഭാര്യ ഭർത്താക്കന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുന്നു. ഭൂതലത്തിലെ വ്യത്യസ്ത ജന്മങ്ങളിൽ താൻ സ്വന്തമാക്കിയവരാണ് അവർ. അതുകൊണ്ട് ആരെ പ്രത്യേകമായി സ്നേഹിക്കണമെന്നറിയാൻ കഴിയാതെ വരുന്നു. ഈ വിധത്തിൽ എല്ലാവരെയും ഈശ്വരൻ്റെ സന്താനങ്ങളും വ്യക്തിത്വമാർന്ന ബഹിർസ്ഫുരണങ്ങളുമായി കാണാനും ദൈവികവും തുല്യവുമായ സ്നേഹം അവർക്ക് നൽകാനും പഠിക്കുന്നു. ആത്മാവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ജീവിതത്തിൽ പുതിയ ഗുണങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തതിന് ഏറെക്കുറെ അനുസൃതമായി പ്രിയപ്പെട്ടവരുടെ ബാഹ്യരൂപം മാറിയിട്ടുണ്ടാവാമെങ്കിലും ഒരു സൂക്ഷ്മലോകവാസി അസ്തിത്വത്തിൻ്റെ മറ്റു തലങ്ങളിൽ തനിക്ക് ഒരിക്കൽ പ്രിയപ്പെട്ടവരായിരുന്ന എല്ലാവരെയും തിരിച്ചറിയുന്നതിന് തൻ്റെ തെറ്റുപറ്റാത്ത അന്തർജ്ഞാനം ഉപയോഗപ്പെടുത്തുകയും അവരെ അവരുടെ പുതിയ സൂക്ഷ്മഗേഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓരോ പരമാണുവും ഇല്ലായ്മ ചെയ്യാനാവാത്ത വ്യക്തിത്വത്താൽ സമ്പന്നമായതിനാൽ ഒരു സൂക്ഷ്മലോക സ്നേഹിതൻ എന്തു വേഷം ധരിച്ചിരുന്നാലും ആ ആൾ തിരിച്ചറിയപ്പെടുന്നു. ഭൂമിയിൽ ഒരു നടൻ്റെ വേഷം എന്തുതന്നെയായാലും സൂക്ഷ്മ നിരീക്ഷണത്തിൽ അയാൾ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാമെന്നത് പോലെയാണിത്. സൂക്ഷ്മലോകങ്ങളിൽ സാധാരണയായി ജീവിതകാലം ഭൂതലത്തിലേതിനേക്കാൾ ദീർഘമാണ്. സാധാരണഗതിയിൽ സാമാന്യം നന്നായി പുരോഗതി നേടിയവരുടെ സൂക്ഷ്മലോക ജീവിതത്തിൻ്റെ ശരാശരി ദൈർഘ്യം ഭൂമിയിലെ കാലഗണനയുടെ മാനദണ്ഡം വെച്ചളക്കുമ്പോൾ 500 മുതൽ 1000 വരെ വർഷങ്ങളാണ്. ചില റെഡ്വുഡ് മരങ്ങൾ മറ്റു വൃക്ഷങ്ങളെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് അതിജീവിക്കുന്നത് പോലെയോ മിക്ക മനുഷ്യരും 60 വയസ്സാകുന്നതിന് മുമ്പ് മരിക്കുമ്പോൾ ചില യോഗികൾ അനേകം നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്നത് പോലെയോ അസാധാരണ വ്യക്തികൾ സൂക്ഷ്മലോകവാസത്തിൻ്റെ സാധാരണ കാലയളവിൽ കവിഞ്ഞ് ജീവിക്കുന്നു. സൂക്ഷ്മലോകത്തിലെ സന്ദർശകർ അവരുടെ ശാരീരിക കർമ്മത്തിൻ്റെ കൂടുതൽ കുറവനുസരിച്ച് ഏറിയതോ കുറഞ്ഞതോ ആയ ഒരു കാലയളവ് അവിടെ വസിക്കുന്നു. അവരുടെ ശാരീരിക കർമ്മം ഒരു നിയതമായ കാലപരിധിക്കുള്ളിൽ അവരെ ഭൂമിയിലേക്ക് ആകർഷിക്കുന്നു.
തൻ്റെ തിളങ്ങുന്ന ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ഒരു സൂക്ഷ്മ ശരീരി മരണവുമായി വേദനയോടെ മല്ലിടേണ്ടി വരുന്നില്ല. എന്നിരുന്നാലും ഇവരിൽ പലരും തങ്ങളുടെ സൂക്ഷ്മദേഹം കുറെ കൂടി ഉത്കൃഷ്ടമായ കാരണശരീരത്തിനു വേണ്ടി വെടിയണമെന്ന് വിചാരിക്കുമ്പോൾ അല്പം അധീരരാകാറുണ്ട്. ഇഷ്ടമില്ലാത്ത മരണം, രോഗം, വാർദ്ധക്യം എന്നിവയിൽ നിന്ന് സൂക്ഷ്മലോകം മുക്തമാണ്. ഈ 3 ഭയങ്ങൾ ഭൂമിയുടെ ശാപങ്ങളാണ്. ജീവൻ നിലനിർത്താൻ വായു, ആഹാരം, ഉറക്കം എന്നിവയിൽ നിന്ന് സദാസഹായം ആവശ്യമുള്ള ഒരു ദുർബലമായ ഭൗതിക ശരീരമാണ് താനെന്ന് ഏതാണ്ട് പൂർണ്ണമായി താതാത്മ്യം കൽപ്പിക്കാൻ തൻ്റെ ബോധത്തെ മനുഷ്യൻ അനുവദിച്ചു. ശാരീരിക മരണത്തോടൊപ്പം ശ്വാസത്തിൻ്റെ നിലയ്ക്കലും ശരീരകോശങ്ങളുടെ ജീർണനവും ഉണ്ടാകുന്നു. അന്തേവാസികളുടെ ശാരീരിക ജീവിതത്തെ നിലനിർത്തുന്ന ഊർജത്തിൻ്റെ പ്രകടാംശമായ പ്രാണന്റെ വിഘടനമാണ് സൂക്ഷ്മലോക മരണം. ഭൗതിക മരണത്തിൽ സ്ഥൂല ശരീരത്തെ പറ്റിയുള്ള ബോധം ഒരാത്മാവിന് നഷ്ടമാവുകയും സൂക്ഷ്മലോകത്തിൽ തൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ബോധം കൈവരുകയും ചെയ്യുന്നു. സമയമെത്തുമ്പോൾ സൂക്ഷ്മലോക മരണം അനുഭവിക്കുന്ന മനുഷ്യൻ അങ്ങനെ സൂക്ഷ്മലോക ജനിമൃതികളുടെ ബോധത്തിൽ നിന്ന് ഭൗതിക ജനിമൃതികളുടെ ബോധത്തിലേക്ക് കടക്കുന്നു. ഇപ്രകാരമുള്ള സൂക്ഷ്മ ഭൗതിക ദേഹധാരണത്തിൻ്റെ ആവർത്തിക്കുന്ന ചാക്രിക ഗതി അജ്ഞാനികളുടെ ഒഴിവാക്കാനാവാത്ത ദുർവിധിയാണ്. സൂക്ഷ്മലോകത്തിലെ ആഹ്ലാദകരവും ഭൂമിയിലെ നിരാശാജനകവുമായ അനുഭവങ്ങളെപ്പറ്റി മനുഷ്യൻ്റെ ഉപബോധവും കടന്ന് ആഴ്ന്നു പോകുന്ന ഓർമ്മകളെ ചിലപ്പോഴൊക്കെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ സ്വർഗനരക വർണ്ണനകൾ അവനിൽ ഉണർത്തുന്നു. പ്രിയപ്പെട്ട ഗുരുദേവ, ഭൂതലത്തിലെ പുനർജന്മവും സൂക്ഷ്മ കാരണലോകങ്ങളിലെ പുനർജന്മവും തമ്മിലുള്ള വ്യത്യാസം ദയവായി കുറെ കൂടി വിശദമായി പറഞ്ഞു തരുമോ? ഞാൻ ചോദിച്ചു. ഒരു വ്യക്തീഭവിച്ച ആത്മാവെന്ന നിലയിൽ മനുഷ്യൻ സത്തയിൽ കാരണശരീരിയാണ്, എൻ്റെ ഗുരുനാഥൻ വിശദീകരിച്ചു. ആ ശരീരം മൗലികമോ കാരണാത്മകമോ ആയ ചിന്താശക്തികളെന്ന നിലയിൽ ഈശ്വരന് ആവശ്യമായി വരുന്ന 35 ആശയങ്ങളുടെ മൂശയാണ്. ഇതിൽ നിന്നാണ് ഈശ്വരൻ പിന്നീട് 19 ഘടകങ്ങളുള്ള സൂക്ഷ്മ ശരീരവും 16 ഘടകങ്ങളുള്ള സ്ഥൂല ഭൗതിക ശരീരവും നിർമ്മിച്ചത്. സൂക്ഷ്മ ശരീരത്തിൻ്റെ 19 തത്വങ്ങൾ മാനസികം, വൈകാരികം, പ്രാണാത്മികം എന്നിവയാണ്. അതിൻ്റെ 19 ഘടകങ്ങളാണ് ബുദ്ധി, അഹങ്കാരം, ചിത്തം, മനസ്സ്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതായത് ദർശനം, ശ്രാവണം, ഘ്രാണം, രസനം, സ്പർശനം എന്നീ വിഷയാനുഭവങ്ങളുടെ സൂക്ഷ്മ പ്രതിഘടകങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, വംശോൽപാദനം, വിസർജനം, സംഭാഷണം, ചലനം, കൈകളുടെ ഉപയോഗം എന്നീ പ്രവൃത്തി നൈപുണ്യങ്ങളുടെ മാനസികമായ സദൃശധർമ്മങ്ങൾ, 5 പ്രാണങ്ങൾ, ആശയകരണം, സ്വാംശീകരണം, നിരാസം, പചനം, ചംക്രമണം എന്നിവ നിർവഹിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവ, 16 സ്ഥൂലരാസ തന്മാത്രകൾ കൊണ്ട് നിർമ്മിതമായ ഭൗതിക ശരീരത്തിൻ്റെ മരണത്തിന് ശേഷവും 19 തത്വങ്ങൾ കൊണ്ടുള്ള ഈ സൂക്ഷ്മാവരണം നിലനിൽക്കുന്നു. ഈശ്വരൻ വിവിധ ആശയങ്ങളെ തൻ്റെ ഉള്ളിൽ ചിന്തിച്ചു വെച്ച് അവയെ സ്വപ്നങ്ങളായി ബഹിർസ്ഫുരിപ്പിച്ചു. അങ്ങനെ മായ എന്ന പ്രപഞ്ച സ്വപ്ന വനിത തൻ്റെ ആപേക്ഷികതയുടെ അനന്തവിശാലമായ വിഭൂഷണങ്ങളാൽ അലങ്കൃതയായി ആവിർഭവിച്ചു. കാരണശരീരത്തിൻ്റെ 35 ഭാവവിഭാഗങ്ങളിൽ മനുഷ്യൻ്റെ സൂക്ഷ്മമായ 19ഉം സ്ഥൂലമായ 16ഉം പ്രതിഘടകങ്ങളുടെ എല്ലാ സങ്കീർണതകളെയും ഈശ്വരൻ സമാവേശിപ്പിച്ചു. സ്പന്ദനശക്തികളെ ആദ്യം സൂക്ഷ്മവും പിന്നീട് സ്ഥൂലവുമായി ഘനീഭവിപ്പിച്ചുകൊണ്ട് ഈശ്വരൻ മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തെയും പിന്നീട് സ്ഥൂല ശരീരത്തെയും നിർമ്മിച്ചു. ആപേക്ഷികതയുടെ നിയമമനുസരിച്ച് കേവലമായ സരളത അമ്പരിപ്പിക്കുന്ന ബഹുലതയായി പരിണമിച്ചു. ആപേക്ഷികതയാൽ കാരണപ്രപഞ്ചവും കാരണശരീരവും സൂക്ഷ്മ പ്രപഞ്ചത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വിഭിന്നമാണ്. അതുപോലെ സ്ഥൂലപ്രപഞ്ചവും സ്ഥൂല ശരീരവും സ്വാഭാവികമായും സൃഷ്ടിയുടെ മറ്റു രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. മാംസശരീരം സ്രഷ്ടാവിൻ്റെ സ്ഥിരവും വസ്തുവത്കൃതവുമായ സ്വപ്നത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദ്വന്ദ്ഭാവങ്ങൾ ഭൂമിയിൽ എപ്പോഴും നിലനിൽക്കുന്നു. രോഗവും ആരോഗ്യവും, ദുഃഖവും സുഖവും, നഷ്ടവും ലാഭവും. ത്രിമാന വസ്തുക്കളിൽ മനുഷ്യൻ പരിമിതിയും തടസ്സവും നേരിടുന്നു. രോഗങ്ങളോ മറ്റു കാരണങ്ങളോ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള മോഹത്തെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ മരണം വന്നെത്തുന്നു. മാംസത്തിൻ്റെ കനത്ത പുറംചട്ട
തൽക്കാലം പൊഴിയുന്നു. ആത്മാവ് അപ്പോഴും സൂക്ഷ്മകാരണ ശരീരങ്ങളാൽ പൊതിഞ്ഞു നിലകൊള്ളുന്നു. ഈ 3 ശരീരങ്ങളെയും ഒന്നിച്ചു ചേർത്തു നിർത്തുന്ന ശക്തി ആഗ്രഹമാണ്. നിറവേറാത്ത ആഗ്രഹങ്ങളുടെ ശക്തിയാണ് മനുഷ്യന്റെ അടിമത്തത്തിന്റെ മൂലകാരണം. ശരീരബദ്ധമായ മോഹങ്ങൾ രൂഢമൂലമായിരിക്കുന്നത് അഹംബോധത്തിലും ഇന്ദ്രിയ സുഖങ്ങളിലുമാണ്. ഇന്ദ്രിയാനുഭവങ്ങളുടെ ആസക്തിയോ പ്രലോഭനമോ സൂക്ഷ്മലോക മമതകൾക്കും കാരണലോകാനുഭൂതികൾക്കുമുള്ള ഇച്ഛയുടെ ശക്തിയേക്കാൾ കൂടുതൽ പ്രബലമാണ്. സൂക്ഷ്മലോക വാഞ്ചകൾ സ്പന്ദനമാധാരമാക്കിയ ആസ്വാദനത്തെ ആശ്രയിക്കുന്നു. സൂക്ഷ്മലോകവാസികൾ ഗോളങ്ങളുടെ സ്വർഗീയ സംഗീതം ആസ്വദിക്കുന്നു. മുഴുവൻ സൃഷ്ടിയും വ്യത്യസ്തത കൈക്കൊള്ളുന്ന പ്രകാശത്തിൻ്റെ അക്ഷയമായ ആവിഷ്കാരങ്ങളാണെന്ന കണ്ടറിവിൽ ആനന്ദനിർവൃതി കൊള്ളുന്നു. സൂക്ഷ്മലോകവാസികൾ പ്രകാശത്തെ മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൂക്ഷ്മലോക മോഹങ്ങളെല്ലാം വസ്തുക്കളെയും അനുഭവങ്ങളെയും പ്രകാശത്തിൻ്റെ രൂപങ്ങളോ ഘനീഭവിച്ച ചിന്തകളോ സ്വപ്നങ്ങളോ ആയി ആവിർഭവിപ്പിക്കുന്നതിനുള്ള സൂക്ഷ്മലോകവാസിയുടെ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണലോകത്തെ അഭിലാഷങ്ങൾ ജ്ഞാനാനുഭവത്താൽ മാത്രം നിറവേറ്റപ്പെടുന്നു. ഏറെയും മുക്തരായി കാരണശരീരത്താൽ മാത്രം ആവൃതരായ ദേഹികൾ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരൻ്റെ സ്വപ്നസങ്കല്പങ്ങളുടെ സാക്ഷാത്കാരങ്ങളായി കാണുന്നു. അവർക്ക് എന്തും ഏതും വിചാരം കൊണ്ട് ആവിർഭവിപ്പിക്കാം. അതുകൊണ്ട് ഭൗതികാനുഭൂതികളോ സൂക്ഷ്മലോക സുഖങ്ങളോ ഒക്കെ വെറും പരുക്കനും ആത്മാവിൻ്റെ ലോലമായ സംവേദന ശക്തികൾക്ക് അസുഖകരവുമായി കാരണലോകവാസികൾ കരുതുന്നു. കാരണശരീരികൾ തങ്ങളുടെ അഭിലാഷങ്ങൾ ക്ഷണത്തിൽ അനുഭവവേദ്യമാക്കി അവയിൽ നിന്ന് മോചിതരാകുന്നു. കാരണശരീരം എന്ന നേരിയ ആവരണം മാത്രം കൊണ്ട് ആവൃതരാണ് തങ്ങളെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്രഷ്ടാവ് ചെയ്യുന്നതുപോലെ പ്രപഞ്ചങ്ങളെ ആവിർഭവിപ്പിക്കാൻ കഴിയും. സമസ്ത സൃഷ്ടിയും പ്രപഞ്ച സ്വപ്നതന്തുക്കളാൽ നിർമ്മിതമായതിനാൽ കാരണശരീരം കൊണ്ട് ലോലമായി മാത്രം ആവരണം ചെയ്ത ആത്മാവിന് വിശാലമായ സാക്ഷാത്കാര ശേഷിയുണ്ട്. ആത്മാവ് പ്രകൃത്യാ അദൃശ്യമായതിനാൽ അതിൻ്റെ ശരീരത്തിൻ്റെയോ ശരീരങ്ങളുടെയോ സാന്നിധ്യം കൊണ്ട് മാത്രമേ അതിനെ തിരിച്ചറിയാൻ സാധിക്കൂ. ഒരു ശരീരത്തിൻ്റെ സാന്നിധ്യം മാത്രം പോലും അതിൻ്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളാണെന്ന് സ്പഷ്ടീകരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ആത്മാവ് 1, 2, 3 ശരീരപാത്രങ്ങളുടെ ഉള്ളിലായി അജ്ഞതയും ആഗ്രഹങ്ങളുമാകുന്ന അടപ്പുകളിട്ട് ഭദ്രമായ നിലയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം അവന് പരമാത്മസാഗരവുമായി വിലയിക്കാനാവില്ല. സ്ഥൂല ശരീരപഞ്ചരത്തെ മരണത്തിൻ്റെ കൂടം തച്ചുടച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മകാരണ ശരീരങ്ങളെന്ന മറ്റു 2 ആവരണങ്ങൾ ആത്മാവിനെ സർവവ്യാപിയായ ജീവനുമായി ബോധപൂർവം ഒന്നിപ്പിക്കുന്നതിൽ നിന്ന് ഇനിയും തടയാൻ ബാക്കി നിൽക്കുന്നു. ജ്ഞാനത്തിലൂടെ ഇച്ഛാരാഹിത്യം നേടുമ്പോൾ അതിൻ്റെ ശക്തി ബാക്കിയുള്ള 2 ശരീരാവരണങ്ങളെയും ശിഥിലമാക്കുന്നു. മനുഷ്യൻ്റെ സൂക്ഷ്മമായ ആത്മാവ് ഒടുവിൽ സ്വതന്ത്രമായി പുറത്തുവരുന്നു, അമേയമായ ബ്രഹ്മത്തിൽ ഒന്നാകുന്നു. ഉത്കൃഷ്ടവും നിഗൂഢവുമായ കാരണലോകത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ എൻ്റെ ദിവ്യനായ ഗുരുദേവനോട് അപേക്ഷിച്ചു. കാരണലോകം അവാച്യമായ രീതിയിൽ അനിർവചനീയമാണ്, അദ്ദേഹം പറഞ്ഞു. അത് മനസ്സിലാക്കുന്നതിന് ഒരുവന് മഹത്തായ ഏകാഗ്രതാശക്തി ഉണ്ടായിരിക്കണം. സൂക്ഷ്മപ്രപഞ്ചത്തെയും സ്ഥൂലപ്രപഞ്ചത്തെയും അവയുടെ മുഴുവൻ വിപുലതയിൽ, അതായത് പ്രകാശമാനമായ ആ ബലൂണും അതിനു കീഴിൽ ഖരമായ കട്ടയുമായി ആശയങ്ങളായി മാത്രം നിലനിൽക്കുന്നുവെന്ന് കണ്ണടച്ച് മനോദർശനം ചെയ്യാൻ കഴിയത്തക്കവണ്ണമുള്ള ഏകാഗ്രതാശക്തിയാണ് ആവശ്യം. ഈ 2 പ്രപഞ്ചങ്ങളെയും അവയുടെ എല്ലാ സങ്കീർണതകളോടും കൂടി വെറും ആശയങ്ങളായി പരിവർത്തനം ചെയ്യുകയോ ഉറപ്പുവരുത്തുകയോ ചെയ്യുന്നതിൽ ഈ അതിമാനുഷികമായ ഏകാഗ്രത കൊണ്ട് ഒരാൾ വിജയിച്ചാൽ അയാൾ കാരണലോകത്ത് എത്തുകയും മനസ്സും ജഡവസ്തുവും ഒന്നായിത്തീരുന്ന അതിർത്തിരേഖയിൽ നിൽക്കുകയും ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ അയാളുടെ ശരീരം കാഴ്ചയിൽപ്പെടാത്ത ഒരു ആശയമായി മാത്രം വർത്തിക്കുന്നു. എങ്കിലും താൻ നിലനിൽക്കുന്നുവെന്ന് അയാൾ മനസ്സിലാക്കുന്നത് പോലെ ആ അതിർത്തിരേഖയിൽ ഖരം, ദ്രാവകം, വാതകം, വൈദ്യുതി, ഊർജം, ജീവജാലങ്ങൾ, ദേവതകൾ, മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, സൂക്ഷ്മാണുക്കൾ തുടങ്ങി സൃഷ്ടിയിലെ എല്ലാം തന്നെ ബോധത്തിൻ്റെ വിവിധ രൂപങ്ങളായി അയാൾ ദർശിക്കുന്നു. ഒരു മനുഷ്യനെ ഭാവനയിൽ ചെയ്യാവുന്നതെല്ലാം
ഒരു കാരണശരീരിക്ക് യഥാർത്ഥത്തിൽ ചെയ്യാം. അതിവിശിഷ്ടമായ ഭാവനാവിലാസമുള്ള മനുഷ്യൻ്റെ ബുദ്ധിശക്തിക്ക് ചിന്തയുടെ ഒരു സീമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപരിക്കാനോ മാനസികമായി ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് കുതിക്കാനോ നിത്യതയുടെ ഗർത്തത്തിൻ്റെ അടിത്തട്ടിലേക്ക് വഴുതി വീഴാനോ നക്ഷത്രരാജികൾ അലുക്കിട്ട മേൽക്കട്ടിയിലേക്ക് ഒരഗ്നിബാണം പോലെ കുതിച്ചുയരാനോ അല്ലെങ്കിൽ ക്ഷീരപഥത്തിലും താരസുന്ദരമായ അനന്തവിശ്രുതിയിലും ഒരു അന്വേഷണ ദീപം പോലെ മിന്നിത്തെളിയാനോ മനസ്സുകൊണ്ട് മാത്രം സാധിക്കുന്നു. എന്നാൽ കാരണലോകവാസികൾക്ക് ഇതിൽ എത്രയോ കൂടുതൽ സ്വാതന്ത്ര്യമാണുള്ളത്. സ്ഥൂലമോ സൂക്ഷ്മമോ ആയ തടസ്സങ്ങളോ കർമ്മഫലത്തിൻ്റെ പരിമിതികളോ കൂടാതെ അവരുടെ വിചാരങ്ങളെ ക്ഷണത്തിൽ ആവിഷ്കരിച്ച് ആവിർഭവിപ്പിക്കാൻ അവർക്ക് കഴിയും. ഭൗതിക പ്രപഞ്ചം പ്രാഥമികമായി ഇലക്ട്രോണുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും സൂക്ഷ്മപ്രപഞ്ചം മൗലികമായി പ്രാണരേണുക്കൾ ചേർന്നുണ്ടായതല്ല എന്നും കാരണശരീരികൾ അറിയുന്നു. യഥാർത്ഥത്തിൽ ഈശ്വരന്റെ ചിന്തയുടെ ലഘുതമമായ കണികകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഇവ രണ്ടിനെയും മായ കൊത്തിനുറുക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്നു. ആപേക്ഷികതയുടെ നിയമമായ മായ സൃഷ്ടിയെ സൃഷ്ടാവിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രകടമായും ഇടയ്ക്ക് കടന്നു കയറുന്നു. ആനന്ദസ്വരൂപമായ പരമാത്മാവിൻ്റെ വ്യക്തിരൂപം പൂണ്ട് ബിന്ദുക്കളായിട്ട് കാരണലോകത്തിലെ ആത്മാക്കൾ അന്യോന്യം മനസ്സിലാക്കുന്നു. അവരുടെ ചിന്താവസ്തുക്കൾ മാത്രമാണ് അവരെ പൊതിഞ്ഞിരിക്കുന്ന പദാർത്ഥം. അവരുടെ ശരീരങ്ങളും ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം ആശയങ്ങൾ മാത്രമാണെന്ന് അവർ കാണുന്നു. കണ്ണടച്ചിരിക്കുന്ന ഒരാൾക്ക് തീവ്രമായ ഒരു ശുഭ്രപ്രകാശമോ നേരിയ നീലവെളിച്ചമോ ഭാവനയിൽ കാണാവുന്നതുപോലെ കാരണശരീരികൾക്ക് വിചാരം കൊണ്ട് മാത്രം കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും കഴിയുന്നു. പ്രപഞ്ച മനസ്സിൻ്റെ ശക്തി കൊണ്ട് അവർ എന്തും സൃഷ്ടിക്കുകയോ വിലയിപ്പിക്കുകയോ ചെയ്യുന്നു. കാരണലോകത്തെ മരണവും പുനർജനനവും വിചാരത്തിലാണ് സംഭവിക്കുന്നത്. നിത്യനൂതനമായ ജ്ഞാനത്തിൻ്റെ അമൃത് മാത്രം അവർ ഭക്ഷിക്കുന്നു. പ്രശാന്തിയുടെ നിർദ്ധരികളിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അറിവിൻ്റെ അനന്തമായ മണ്ണിൽ വിഹരിക്കുന്നു. പരമാനന്ദത്തിൻ്റെ സാഗരാനന്ദതയിൽ നീന്തുന്നു. അതാ പരമാത്മ സൃഷ്ടമായ പരകോടി ഗ്രഹങ്ങളും നവനവമായ പ്രപഞ്ചബുദ്ഭുതങ്ങളും ജ്ഞാനരൂപമായ നക്ഷത്രങ്ങളും സുവർണധൂമ പടലങ്ങളും വർണ്ണാഭമായ സ്വപ്നങ്ങളും കടന്ന് അവരുടെ തിളങ്ങുന്ന വിചാരദേഹങ്ങൾ അനന്തതയുടെ ആകാശ സമാനമായി വിരിമാറിൽ മിന്നൽ വേഗത്തിൽ മുരണ്ടു നീങ്ങുന്നു. കാരണലോകത്തിൽ നിരവധി ദേഹികൾ ആയിരക്കണക്കിന് വർഷങ്ങളോളം കഴിയുന്നു. അഗാധതരമായ ആനന്ദ നിർവൃതിയാൽ മോചിതമായ ആത്മാവ് തുടർന്ന് സങ്കുചിതമായ കാരണശരീരം വെടിഞ്ഞ് കാരണപ്രപഞ്ചത്തിൻ്റെ വിശാലത കൈക്കൊള്ളുന്നു. ആശയങ്ങളുടെ വിഭിന്നങ്ങളായ നീർച്ചുഴികളും ശക്തി, പ്രേമം, ഇച്ഛ, സന്തോഷം, സമാധാനം, അന്തർജ്ഞാനം, സ്ഥൈര്യം, ആത്മസംയമനം, ഏകാഗ്രത എന്നിവയുടെ ഓരോ തിരകളും നിത്യാനന്ദ സാഗരത്തിൽ അലിഞ്ഞുചേരുന്നു. ബോധത്തിൻ്റെ വ്യക്തിഗതമായ ഒരു അല എന്ന നിലയിൽ ആനന്ദം ഇനി ഈ ആത്മാവിന് അനുഭവിക്കേണ്ടതായില്ല. അത് ഏകമായ ബ്രഹ്മാണ്ഡ വാരിധിയിൽ അതിൻ്റെ നിത്യമായ ചിരിയുടെയും പുളകങ്ങളുടെയും കമ്പനങ്ങളുടെയും ഓളങ്ങളിൽ വിലയിക്കുന്നു. ഒരാത്മാവ് ഈ 3 ശരീരങ്ങളാകുന്ന കൂടുകളിൽ നിന്ന് പുറത്തു വന്നാൽ അത് ആപേക്ഷികതയുടെ നിയമത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം പ്രാപിക്കുകയും അനിർവചനീയവും സാർവകാലികവുമായ സദ്വസ്തു ആകുകയും ചെയ്യുന്നു. നക്ഷത്രങ്ങളും ചന്ദ്രന്മാരും സൂര്യന്മാരും ആലേഖനം ചെയ്ത ചിറകുകളോട് കൂടിയ സർവവ്യാപിത്വമെന്ന ചിത്രശലഭത്തെ ദർശിക്കൂ. പരമാത്മാവായി വികാസം പ്രാപിച്ച ഒരു ദേഹി വെളിച്ചമില്ലാത്ത വെളിച്ചത്തിൻ്റെ, ഇരുളില്ലാത്ത ഇരുട്ടിൻ്റെ, ചിന്തയില്ലാത്ത ചിന്തയുടെ മേഖലയിൽ ജഗദീശ്വരൻ്റെ പ്രപഞ്ച സൃഷ്ടി എന്ന സ്വപ്നത്തിൽ പരമാനന്ദ നിർവൃതിയുടെ ലഹരിയിൽ ഏകാന്തമായി വസിക്കുന്നു. ഒരു മുക്തനായ ആത്മാവ് ഭക്ത്യാതരങ്ങളോടെ ഞാൻ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു. ഒരാത്മാവ് ശാരീരികമായ മിഥ്യാബോധത്തിൻ്റെ 3 ഭരണികളിൽ നിന്ന് ആത്യന്തികമായി വിമോചിതമാകുമ്പോൾ അത് വ്യക്തിത്വം നഷ്ടപ്പെടാതെ തന്നെ ഈശ്വരനുമായി ഒന്നായിത്തീരുന്നു. ഗുരുദേവൻ തുടർന്നു. യേശുവായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുദേവൻ ഈ ആത്യന്തിക മോചനം നേടിയിരുന്നു. ആത്മാവിൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള പൂർണ്ണശേഷി പൂർവജന്മങ്ങളിലെ 3 ഘട്ടങ്ങളിൽ അദ്ദേഹം നേടിയിരുന്നു. തൻ്റെ ഭൂതല ജീവിതത്തിലെ മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും 3 ദിവസത്തെ അനുഭവം മുജ്ജന്മത്തിലെ ആ 3 ഘട്ടങ്ങളുടെയും പ്രതീകമാണ്. വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ദേഹിക്ക് തൻ്റെ 3 ശരീരങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ
എണ്ണമറ്റ സ്ഥൂല സൂക്ഷ്മ കാരണജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. ഈ ആത്യന്തിക മോചനം നേടുന്ന ഒരു ആചാര്യൻ മറ്റു മനുഷ്യരെ ഈശ്വരനിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാൻ വേണ്ടി ഒരു അവതാരമായി ഭൂമിയിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങിയേക്കാം. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു സൂക്ഷ്മ പ്രപഞ്ചത്തിൽ വസിക്കാൻ തീരുമാനിക്കാം. ഒരു രക്ഷകൻ അവിടുത്തെ ദേഹികളുടെ കർമ്മഭാരത്തിൻ്റെ ഒരംശം സ്വയം ഏറ്റെടുത്ത് സൂക്ഷ്മലോകത്തിലെ തങ്ങളുടെ ജനനമരണ ചക്രത്തെ അവസാനിപ്പിക്കാനും കാരണലോകത്തിലേക്ക് ശാശ്വതമായി പോകാനും സഹായിക്കുന്നു. അതല്ലെങ്കിൽ ഒരു മുക്താത്മാവ് കാരണലോകത്ത് പ്രവേശിച്ചേക്കാം. അവിടുത്തെ നിവാസികളെ അവരുടെ കാരണശരീരവാസകാലത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നതിനും അങ്ങനെ കൈവല്യം നേടുന്നതിനും അദ്ദേഹം സഹായിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഗുരുദേവ, ദേഹികളെ ഈ 3 ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നിർബന്ധിതരാക്കുന്ന കർമ്മത്തെപ്പറ്റി കൂടുതൽ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ സർവജ്ഞനായ ഗുരുദേവൻ്റെ വാക്കുകൾ എത്ര നേരം വേണമെങ്കിലും കേട്ടുകൊണ്ടിരിക്കാമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഭൂലോകവാസകാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഇത്രയധികം വിജ്ഞാനം ഒരു നേരത്തെ എനിക്ക് സ്വാംശീകരിക്കാൻ ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ജനിമൃതികളുടെ ചതുരംഗ പലകയിലെ ദുർഗ്രാഹ്യമായ ഇടക്കളങ്ങളിലേക്ക് വ്യക്തവും നിശ്ചിതവുമായ ഒരു ഉൾക്കാഴ്ച ഇപ്പോൾ ആദ്യമായി എനിക്ക് കിട്ടുകയായിരുന്നു. സൂക്ഷ്മലോകങ്ങളിലെ തുടർന്നുള്ള താമസം സാധ്യതമാക്കുന്നതിന് മുമ്പായി മനുഷ്യൻ്റെ ഭൗതിക കർമ്മങ്ങൾ അഥവാ ആഗ്രഹങ്ങൾ പൂർണ്ണമായും പ്രവർത്തിപ്പിച്ചു തീർത്തിരിക്കണം. തൻ്റെ രോമാഞ്ചകാരിയായ ശബ്ദത്തിൽ എൻ്റെ ഗുരുദേവൻ വിശദീകരിച്ചു. സൂക്ഷ്മഗോളങ്ങളിൽ 2 തരത്തിലുള്ള ആത്മാക്കൾ പാർക്കുന്നു. ഭൂതല കർമ്മങ്ങൾ പ്രവർത്തിപ്പിച്ചു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് കാർമ്മികമായ കടം വീട്ടാനായി ഇനിയും ഒരു സ്ഥൂല ഭൗതിക ദേഹത്തിൽ പുനർവാസം അനുഷ്ഠിക്കേണ്ടവർ സ്ഥിരവാസികളല്ല. ഭൗതിക മരണാന്തരം സൂക്ഷ്മലോകം താൽക്കാലികമായി സന്ദർശിക്കുന്നവരെന്ന് അക്കൂട്ടരെ തരംതിരിക്കാം. ഭൂമിയിലെ കർമ്മങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാത്തവർക്ക് സൂക്ഷ്മലോകം മൃതിക്ക് ശേഷം പ്രപഞ്ച ആശയങ്ങളുടെ ഉന്നതമായ കാരണലോകത്ത് പോകാൻ അനുവാദമില്ല. പകരം 16 സ്ഥൂല തന്മാത്രകളുള്ള സ്ഥൂല ശരീരത്തിൻ്റെയും 19 സൂക്ഷ്മ തന്മാത്രകളുള്ള സൂക്ഷ്മ ശരീരത്തിൻ്റെയും യഥാക്രമമായ ബോധത്തോടുകൂടി സ്ഥൂല സൂക്ഷ്മ ലോകങ്ങളിൽ അവർക്ക് വന്നും പോയും ഇരിക്കാതെ നിവർത്തിയില്ല. എന്നിരുന്നാലും ഭൗതിക ശരീരത്തിൻ്റെ ഓരോ പ്രാവശ്യത്തെയും നഷ്ടത്തിനു ശേഷം ഭൂമിയിൽ നിന്നു വരുന്ന ആത്മീയ വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ജീവൻ മരണനിദ്രയുടെ അഗാധമായ മയക്കത്തിൽ അധിക സമയവും കഴിയുന്നു. സുന്ദരമായ സൂക്ഷ്മലോകം അവർ തീരെ അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ സൂക്ഷ്മലോകത്തെ വിശ്രമത്തിന് ശേഷം തുടർന്നുള്ള പാഠങ്ങൾക്കായി സ്ഥൂലതലത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്രകാരം വീണ്ടും വീണ്ടുമുള്ള യാത്രകൾ കൊണ്ട് വിശിഷ്ടമായ പ്രകൃതിയുള്ള സൂക്ഷ്മലോകങ്ങളുമായി ക്രമേണ പരിചയപ്പെടുന്നു. നേരെ മറിച്ച് ഭൗതിക കാമനകളിൽ നിന്ന് എന്നേക്കുമായി സ്വതന്ത്രരായി ഭൂമിയിലെ സ്ഥൂല സ്പന്ദനങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതില്ലാത്തവരാണ് സൂക്ഷ്മലോകത്തിലെ സാധാരണ നിവാസികൾ അഥവാ അവിടെ ദീർഘകാല താമസക്കാർ. അവർക്ക് സൂക്ഷ്മകാരണ കർമ്മങ്ങൾ മാത്രമേ പ്രവർത്തിപ്പിച്ചു തീർക്കാനുള്ളൂ. സൂക്ഷ്മലോക മൃത്യുവിൽ ഇവർ ഏറെ ശുദ്ധവും മനോജ്ഞവുമായ കാരണലോകത്തേക്ക് കടക്കുന്നു. ആത്മീയ പുരോഗതി നേടിക്കഴിഞ്ഞ ഈ ദേഹികൾ പ്രപഞ്ച നിയമം അനുശാസിക്കുന്ന ഒരു കാലാവധിയുടെ അവസാനം തങ്ങളുടെ ബാക്കി നിൽക്കുന്ന കർമ്മങ്ങൾ പ്രവർത്തിച്ചു തീർക്കാനായി ഒരു പുതിയ സൂക്ഷ്മ ശരീരം സ്വീകരിച്ച് ഹിരണ്യലോകത്തോ അതുപോലുള്ള ഉന്നതമായ ഒരു സൂക്ഷ്മഗ്രഹത്തിലോ പുനർജനിക്കുന്നു. എൻ്റെ മകനെ, കാരണലോകത്ത് നിന്ന് സൂക്ഷ്മലോകത്ത് പുനർജനിക്കുന്ന ആത്മാക്കളുടെ ഭൗമതലത്തിൽ നിന്ന് വരുന്ന സൂക്ഷ്മലോകദേഹികളുടെയല്ല, അവരുടെ പ്രത്യേക രക്ഷകനായിട്ടാണ് ഈശ്വരാജ്ഞയാൽ ഞാൻ പുനർജനിച്ചിരിക്കുന്നതെന്ന് നിനക്കിപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയിൽ നിന്ന് വരുന്നവർ കർമ്മവാസനകളുടെ അംശങ്ങൾ വെച്ച് പുലർത്തുന്നുവെങ്കിൽ ഹിരണ്യലോകം പോലുള്ള അത്യുന്നത സൂക്ഷ്മഗ്രഹം വരെ ഉയരുന്നില്ല. ലോകത്തിലെ മിക്ക ആളുകളും ധ്യാനലഭ്യമായ ഉൾക്കാഴ്ചയാൽ സൂക്ഷ്മലോകത്തിൻ്റെ ഉത്കൃഷ്ടമായ ആനന്ദവും നന്മകളും വിവേചിച്ചറിയാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് മരണശേഷം ഭൂമിയിലെ പരിമിതവും മികവെത്താത്തതുമായ ഭൗതിക സുഖങ്ങളിലേക്ക് തന്നെ മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നത് പോലെ നിരവധി സൂക്ഷ്മലോകവാസികൾ സൂക്ഷ്മശരീരം സാധാരണഗതിയിൽ ശിഥിലമാകുമ്പോൾ കാരണലോകത്തിലെ ഉന്നതമായ ആത്മീയാനന്ദത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും കുറെ കൂടി സ്ഥൂലവും പകിട്ടാർന്നതുമായ സൂക്ഷ്മലോക സന്തുഷ്ടിയുടെ ചിന്തകളിൽ മുഴുകി സൂക്ഷ്മലോക സ്വർഗം വീണ്ടും സന്ദർശിക്കാൻ കൊതിക്കുകയും ചെയ്യുന്നു. സ്രഷ്ടാവുമായി എത്രയോ ലോലമായി മാത്രം വേർതിരിച്ചിട്ടുള്ള
കാരണചിന്താ ലോകത്തിൽ മരണശേഷം ഒരു നിരന്തരവാസം നേരിടുന്നതിന് മുമ്പായി അവർ സ്വന്തം ഭാരിച്ച സൂക്ഷ്മലോക കർമ്മത്തിൽ നിന്ന് നിവൃത്തരാകണം. ഒരു ദേഹിക്ക് നയനാനന്ദകരമായ സൂക്ഷ്മലോകാനുഭൂതികളിൽ ഇനിമേൽ ആഗ്രഹങ്ങളൊന്നുമില്ലാതാകുകയും അവിടേക്ക് തിരിച്ചു പോകാൻ പ്രലോഭിതനാകാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ദേഹി കാരണലോകത്ത് തങ്ങുന്നുള്ളൂ. മുഴുവൻ കാരണകർമ്മങ്ങളിൽ അഥവാ പൂർവ്വവാസനാ ബീജങ്ങളിൽ നിന്നും മോചിതനാകുന്നതിനുള്ള യത്നം അവിടെ പൂർത്തിയാക്കിക്കൊണ്ട് തടവിലാക്കപ്പെട്ട ആത്മാവ് അജ്ഞാനത്തിൻ്റെ 3 അടപ്പുകളിൽ അവസാനത്തേതിനെ തള്ളി തുറന്ന് ഒടുവിലത്തെ ഭരണിയായ കാരണശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് നിത്യതയുമായി ഒന്നുചേരുന്നു. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഗുരുദേവൻ ആകർഷകമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉവ്, അങ്ങയുടെ കൃപയാൽ സന്തോഷവും കൃതജ്ഞതയും കൊണ്ട് ഞാൻ മോഹനാണ്. പാട്ടിലോ കഥയിലോ നിന്ന് ഇത്ര ആത്മപ്രചോദകമായ അറിവ് എനിക്ക് മുമ്പൊരിക്കലും ലഭിച്ചിട്ടില്ല. കാരണം സൂക്ഷ്മലോകങ്ങളെയും മനുഷ്യൻ്റെ 3 ശരീരങ്ങളെയും പറ്റി ഹൈന്ദവ വേദശാസ്ത്രങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉയർത്തെഴുന്നേറ്റ ഗുരുദേവൻ്റെ ജീവസുറ്റ ആധികാരികതയുമായി തുലനം ചെയ്യുമ്പോൾ അവ എത്ര വിദൂരവും അർത്ഥശൂന്യവുമാണ്. എത്തിച്ചേർന്ന ശേഷം യാത്രികൻ തിരിച്ചു വരാത്ത ഒരു അപരിചിത ലോകം പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഇല്ലായിരുന്നു. എൻ്റെ മഹാനായ ഗുരുദേവൻ തുടർന്നു. മനുഷ്യൻ്റെ 3 ശരീരങ്ങളുടെ പരസ്പര വ്യാപനം അവൻ്റെ ത്രിഗുണാത്മകമായ പ്രകൃതത്തിൽ പല രീതിയിൽ പ്രകടമാകുന്നു. ഭൂമിയിലെ ജാഗ്രത അവസ്ഥയിൽ ഒരു മനുഷ്യൻ അവൻ്റെ 3 ശരീരങ്ങളെപ്പറ്റിയും ഏറെക്കുറെ ബോധവാനാണ്. രുചിക്കുക, മണക്കുക, കേൾക്കുക, കാണുക, സ്പർശിക്കുക എന്നീ ഇന്ദ്രിയാനുഭൂതികളിൽ മുഴുകുമ്പോൾ അവൻ പ്രധാനമായും തൻ്റെ സ്ഥൂല ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നു. മനസ്സിലോ ഭാവനയിലോ ദർശിക്കുമ്പോഴും ഇച്ഛാശക്തി ഉപയോഗിക്കുമ്പോഴും അവൻ മുഖ്യമായും തൻ്റെ സൂക്ഷ്മ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുകയോ അഗാധമായ ആത്മപരിശോധനയിലേക്ക് അല്ലെങ്കിൽ ധ്യാനത്തിലേക്ക് കടക്കുകയോ ചെയ്യുമ്പോൾ അവൻ്റെ കാരണസത്ത വ്യക്തീഭവിക്കുന്നു. പ്രതിഭയുടെ വിശ്വവിശാലമായ ചിന്തകൾ തൻ്റെ കാരണശരീരവുമായി പതിവായി സമ്പർക്കത്തിലേർപ്പെടുന്ന മനുഷ്യനിൽ വന്നെത്തുന്നു. ഈ അർത്ഥത്തിൽ ഒരു വ്യക്തിയെ ലൗകികനെന്നോ ഊർജ്ജസ്വലനെന്നോ ബുദ്ധിജീവിയെന്നോ പൊതുവെ തരംതിരിക്കാം. ഒരു മനുഷ്യൻ ദിവസേന ഏതാണ്ട് 16 മണിക്കൂർ നേരം തൻ്റെ ഭൗതിക വാഹനമായ സ്ഥൂല ശരീരവുമായി താതാത്മ്യത്തിലാണ്. അതിനുശേഷം അവൻ ഉറങ്ങുന്നു. സ്വപ്നം കാണുകയാണെങ്കിൽ സൂക്ഷ്മശരീരികൾ ചെയ്യുന്നത് പോലെ ഏതു വസ്തുവും അനായാസമായി സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉറക്കം ഗാഢവും സ്വപ്നരഹിതവുമാണെങ്കിൽ അനേകം മണിക്കൂർ നേരത്തേക്ക് തൻ്റെ ബോധത്തെ അഥവാ ഞാനെന്ന ഭാവത്തെ കാരണശരീരത്തിലേക്ക് മാറ്റാൻ അവന് കഴിയും. അത്തരം നിദ്ര ഉന്മേഷദായകമാണ്. ഒരു സ്വപ്നാടകൻ തൻ്റെ സൂക്ഷ്മ ശരീരത്തെയാണ്, അല്ലാതെ കാരണശരീരത്തെയല്ല പ്രാപിക്കുന്നത്. അവൻ്റെ ഉറക്കം പരിപൂർണമായും ഉന്മേഷദായകമല്ല. തൻ്റെ വിസ്മയകരമായ വിശദീകരണം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ശ്രീ യുക്തേശ്വരനെ ഞാൻ സ്നേഹപൂർവ്വം വീക്ഷിക്കുകയായിരുന്നു. ദൈവദൂതനായ ഗുരു, അങ്ങയുടെ ശരീരത്തിൽ പുരി ആശ്രമത്തിൽ വെച്ച് അന്ന് ഞാൻ അവസാനമായി കണ്ണീർ വീഴ്ത്തിയപ്പോൾ എങ്ങനെയിരുന്നുവോ അതിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ലാത്തതായി അത് കാണപ്പെടുന്നുവല്ലോ. അതെ, ശരിയാണ്. എൻ്റെ പുതിയ ശരീരം പഴയതിൻ്റെ ഒരു തനി പകർപ്പാണ്. ഭൂമിയിലായിരുന്നപ്പോഴേക്കാളും കൂടുതലായി ഇപ്പോൾ ഞാൻ ഈ ശരീരത്തെ ഇച്ഛാനുസരണം ഏതു സമയത്തും പ്രത്യക്ഷീകരിക്കുകയും അപ്രത്യക്ഷീകരിക്കുകയും ചെയ്യുന്നു. ശരീരത്തെ നൊടിയിടയിൽ അപ്രത്യക്ഷീകരിച്ച് ഞാനിപ്പോൾ ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്കോ യഥാർത്ഥത്തിൽ സൂക്ഷ്മലോകത്തു നിന്ന് കാരണലോകത്തേക്കോ അല്ലെങ്കിൽ ഭൂലോകത്തേക്കോ പ്രകാശത്തിൻ്റെ അതിശീഘ്രവാഹനത്തിൽ തൽക്ഷണം സഞ്ചരിക്കുന്നു. എൻ്റെ ദിവ്യഗുരു മന്ദഹസിച്ചു. ഈയിടെ നീ വളരെ വേഗത്തിൽ യാത്ര ചെയ്യുന്നെങ്കിലും ബോംബെയിൽ നിന്നെ കണ്ടെത്തുന്നതിന് എനിക്കൊരു പ്രയാസവും ഉണ്ടായില്ല. ഗുരുദേവ, അങ്ങയുടെ ദേഹവിയോഗത്തിൽ ഞാൻ അത്യധികം ദുഃഖിക്കുകയായിരുന്നു. ഞാൻ എവിടെ മരിച്ചു? അതിൽ എന്തോ ഒരു വൈരുദ്ധ്യമില്ലേ? ശ്രീ യുക്തേശ്വരൻ്റെ കണ്ണുകൾ സ്നേഹവും തമാശയും കൊണ്ട് തിളങ്ങുകയായിരുന്നു. അദ്ദേഹം തുടർന്നു. ഭൂമിയിൽ നീ സ്വപ്നം കാണുക മാത്രമായിരുന്നു. ആ ഭൂമിയിൽ നീ എൻ്റെ സ്വപ്നദേഹമാണ് കണ്ടത്. പിന്നീട് നീ ആ സ്വപ്നപ്രതീകത്തെ മറവു ചെയ്തു. നീ ഈ കാണുന്നതും
ഇപ്പോഴും ഏതാണ്ട് മുറുകെ ആലിംഗനം ചെയ്യുന്നതുമായ എൻ്റെ ഈ സൂക്ഷ്മതരമായ മാംസശരീരം ഈശ്വരൻ്റെ മറ്റൊരു ഉത്കൃഷ്ടമായ സ്വപ്നലോകത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഒരിക്കൽ ആ സൂക്ഷ്മതരമായ സ്വപ്നശരീരവും സ്വപ്നലോകവും അപ്രത്യക്ഷമാകും. അവയും എക്കാലത്തേക്കുമുള്ളതല്ല. കിനാവിലെ കുമിളകളെല്ലാം ആത്യന്തികമായ ഉണർവിൻ്റെ സ്പർശത്തിൽ ഒടുക്കം പൊട്ടിയേ മതിയാവൂ. മകനെ യോഗാനന്ദ, സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയൂ. വേദാന്തപരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ ആശയം എന്നെ വിസ്മയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവനറ്റ ശരീരം പുരിയിൽ കണ്ടപ്പോൾ ഗുരുദേവനോട് എനിക്ക് സഹതാപം തോന്നിയതിൽ ഞാൻ ലജ്ജിച്ചു. എൻ്റെ ഗുരുദേവൻ ജഗതീശ്വരനിൽ എപ്പോഴും പൂർണ്ണമായി ഉണർന്നിരിക്കുകയായിരുന്നുവെന്ന് ഞാൻ അവസാനം മനസ്സിലാക്കി. തൻ്റെ ഐഹിക ജീവിതവും ദേഹവിയോഗവും ഇപ്പോഴത്തെ ഉയർത്തെഴുന്നേൽപ്പും പ്രപഞ്ച സ്വപ്നത്തിലെ ദൈവിക ആശയങ്ങളുടെ ആപേക്ഷികതയിൽ കൂടുതലായി ഒന്നുമല്ല എന്ന് അദ്ദേഹം കണ്ടിരുന്നുവെന്നും ഞാൻ ആത്യന്തികമായി അറിഞ്ഞു. യോഗാനന്ദ, എൻ്റെ ജീവിത മരണ ഉത്ഥാനങ്ങളുടെ സത്യം ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നെപ്പറ്റി വിഷമിക്കരുത്. ഈശ്വരൻ്റെ സ്വപ്നമായ മനുഷ്യരുടെ ഭൂമിയിൽ നിന്ന് ഈശ്വരൻ്റെ മറ്റൊരു സ്വപ്നമായ സൂക്ഷ്മ ശരീരധാരികളുടെ ലോകത്തിലേക്കുള്ള എൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ എമ്പാടും ഉദ്ഘോഷിക്കൂ. ദുരിതവിഭ്രാന്തരായ മരണം ഭയക്കുന്ന ഭൂലോക സ്വപ്നാടകരുടെ ഹൃദയങ്ങളിൽ പുതിയ പ്രതീക്ഷ ഉണരും. ആകട്ടെ ഗുരുദേവ, അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ എനിക്കുള്ള ആനന്ദാതിരേകം എത്രയും താൽപ്പര്യത്തോടെ ഞാൻ മറ്റുള്ളവരുമായി പങ്കിടും. ഭൂമിയിൽ എൻ്റെ മാനദണ്ഡങ്ങൾ മിക്ക മനുഷ്യർക്ക് യോജിക്കാത്ത വണ്ണം അസുഖകരമായ രീതിയിൽ ഉയർന്നതായിരുന്നു. പലപ്പോഴും നിന്നെ ഞാൻ ആവശ്യത്തിലധികം ശാസിച്ചു. നീ എൻ്റെ പരീക്ഷയിൽ വിജയിച്ചു. എല്ലാ ശകാരമേഘങ്ങൾക്കിടയിലൂടെയും നിന്റെ സ്നേഹം പ്രകാശിച്ചു. വാത്സല്യത്തോടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ഇന്ന് വന്നത് ഇത് പറയാനും കൂടിയാണ്. ശകാരത്തിൻ്റെ കർക്കശമായ നോട്ടം എൻ്റെ കണ്ണുകളിൽ ഇനിമേൽ ഉണ്ടാവുകയില്ല. ഞാൻ ഇനി നിന്നെ ഒരിക്കലും ശാസിക്കുകയില്ല. എൻ്റെ ഗുരുദേവൻ്റെ ശകാരങ്ങൾ കിട്ടാത്തതിൻ്റെ നഷ്ടബോധമായിരുന്നു എനിക്ക്. അവ ഓരോന്നും എൻ്റെ സുരക്ഷയുടെ ഓരോ കാവൽമാലാകയായിരുന്നു. പ്രിയപ്പെട്ട ഗുരുദേവ, എന്നെ 1000 തവണ ശകാരിക്കൂ. ഇപ്പോൾ തന്നെ എന്നെ വഴക്കു പറയൂ. ഞാൻ നിന്നെ ഇനി ശാസിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ദിവ്യശബ്ദം ഗംഭീരമായിരുന്നുവെങ്കിലും അതിൽ ചിരിയുടെ ഒരു അന്തർധാരയുണ്ടായിരുന്നു. ഈശ്വരൻ്റെ മായാസ്വപ്നത്തിൽ നമ്മുടെ 2 രൂപങ്ങളും വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെടുന്നിടത്തോളം കാലം നീയും ഞാനും ഒന്നു ചേർന്ന് മന്ദഹസിക്കും. ഒടുവിൽ നാം ഒന്നായി ജഗന്നിയന്താവിൽ ലയിക്കും. നമ്മുടെ മന്ദഹാസം ഈശ്വരൻ്റെ മന്ദഹാസമാകും. ഒന്നായിത്തീർന്ന് നിത്യതയിലാകെ പ്രതിധ്വനിക്കുന്ന നമ്മുടെ ആനന്ദഗാനം ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച ആത്മാക്കളുടെ ഇടയിൽ സംപ്രേക്ഷണം ചെയ്യപ്പെടും. ഇവിടെ വെളിപ്പെടുത്താനാവാത്ത ചില കാര്യങ്ങൾ ശ്രീ യുക്തേശ്വരൻ എനിക്ക് വെളിവാക്കി തന്നു. എന്നോടൊപ്പം ബോംബെയിലെ ആ ഹോട്ടൽ മുറിയിൽ ചെലവഴിച്ച 2 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. 1936 ജൂണിലെ ആ ദിവസം അദ്ദേഹം നടത്തിയ അനേകം ആഗോള പ്രവചനങ്ങളിൽ പലതും ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ ഇപ്പോൾ പിരിയുന്നു പ്രിയപ്പെട്ടവനെ. ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ എൻ്റെ കരവലയത്തിനുള്ളിൽ ഗുരുദേവൻ അലിഞ്ഞില്ലാതാകുന്നതായി എനിക്ക് തോന്നി. എൻ്റെ കുഞ്ഞെ, എൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ പ്രതിധ്വനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങി. നിർവികൽപ്പ സമാധിയിൽ പ്രവേശിച്ച് നീ എന്നെ എപ്പോൾ വിളിച്ചാലും ഇന്നത്തെ പോലെ രക്തമാംസങ്ങളുടെ ശരീരത്തിൽ ഞാൻ നിൻ്റെ അടുത്തെത്തും. ഈ സ്വർഗീയ വാഗ്ദാനത്തോടെ ശ്രീ യുക്തേശ്വരൻ എൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു. ഒരു മേഘനിനാദം സംഗീതാത്മകമായ നിർഘോഷത്തിൽ ആവർത്തിച്ചു. എല്ലാവരോടും പറയൂ, ഈ ലോകം ഈശ്വരൻ്റെ ഒരു സ്വപ്നമാണെന്ന്. നിർവികൽപ്പ സാക്ഷാത്കാരത്തിൽ ആരൊക്കെ അറിയുന്നുവോ അവർക്ക് സൂക്ഷ്മതര സ്വപ്ന സൃഷ്ടിക്കോളമായ ഹിരണ്യലോകത്ത് എത്താൻ കഴിയും. ഭൂമിയിലേതിനു തുല്യമായ ഒരു ശരീരത്തിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റതായി അവിടെ കാണാം. ഏവരോടും പറയൂ യോഗാനന്ദ. വേർപാടിൻ്റെ വേദന പോയി മറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ദീർഘമായി എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ദീനതയും ദുഃഖവും നാണിച്ചോടിയകന്നു. പുതുതായി തുറന്ന അനന്തമായ ആത്മരന്ധ്രങ്ങളിലൂടെ പരമാനന്ദം ഒരു നിർത്തരി പോലെ പ്രവഹിച്ചു. ദീർഘകാലം ഉപയോഗശൂന്യമായി അടഞ്ഞുപോയ അവ പരമാനന്ദാതിരേകത്തിൻ്റെ ശക്തമായ തിരതള്ളലിൽ പരിശുദ്ധിയുടെ വിശാലത കൈക്കൊണ്ടു. എൻ്റെ പൂർവ്വജന്മങ്ങൾ എൻ്റെ അന്തർനേത്രത്തിൽ
ചലച്ചിത്രത്തിൻ്റെ അനുസ്യൂതിയോടെ പ്രത്യക്ഷപ്പെട്ടു. ഗുരുദേവൻ്റെ ദിവ്യദർശനം എനിക്ക് ചുറ്റും ചൊരിഞ്ഞ് പരമാത്മ പ്രകാശത്തിൽ എൻ്റെ കഴിഞ്ഞ കാലത്തെ സത്കർമ്മ ദുഷ്കർമ്മങ്ങൾ വിലയിച്ചു. എൻ്റെ ആത്മകഥയുടെ ഈ അധ്യായത്തിൽ ഈ സത്വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് എൻ്റെ ഗുരുദേവൻ്റെ ആജ്ഞ ഞാൻ നിറവേറ്റി കഴിഞ്ഞു. ജിജ്ഞാസുക്കളല്ലാത്ത ഒരു തലമുറയെ ഇത് ഒരിക്കൽ കൂടി കുഴക്കിയേക്കാം. നീചവൃത്തികളിൽ നിമഗ്നനാകാൻ മനുഷ്യന് നല്ലവണ്ണം അറിയാം. നിരാശ അവന് അപരിചിതമല്ല. ഇവ മനുഷ്യൻ്റെ വികൃതികളാണ്, അല്ലാതെ അവൻ്റെ യഥാർത്ഥ ഭാഗധേയമല്ല. അവൻ ഇച്ഛിക്കുന്ന അന്ന് അവന് വിമോചനത്തിൻ്റെ പാതയിൽ മുന്നേറാൻ കഴിയും. നീ മണ്ണാണ് എന്നുപദേശിക്കുന്നവരുടെ വിഷണ്ണമായ നിരാശാവാദം അവൻ അജയ്യമായ ആത്മാവിനെ മറന്ന് എത്രയോ കാലമായി കേൾക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഗുരുദേവനെ കാണാനുള്ള യോഗം ലഭിച്ചത് എനിക്ക് മാത്രമായിരുന്നില്ല. ശ്രീ യുക്തേശ്വരൻ്റെ ശിഷ്യരിൽ ഒരാൾ പ്രായമായ ഒരു സ്ത്രീയായിരുന്നു. എല്ലാവരും സ്നേഹപൂർവ്വം മാ എന്ന് വിളിച്ചിരുന്ന അവരുടെ വീട് പുരി ആശ്രമത്തിന് സമീപമായിരുന്നു. രാവിലത്തെ നടത്തയുടെ സമയം ഗുരുദേവൻ അവരുമായി കുശലം പറയുവാനായി പലപ്പോഴും നിൽക്കുമായിരുന്നു. 1936 മാർച്ച് മാസം 16-ാം തീയതി വൈകുന്നേരം മാ ആശ്രമത്തിലെത്തി ഗുരുദേവനെ കാണണമെന്ന് പറഞ്ഞു. എന്ത്, ഗുരുദേവൻ ഒരാഴ്ച മുമ്പ് സമാധിയായല്ലോ. പുരി ആശ്രമത്തിൻ്റെ അപ്പോഴത്തെ മേധാവി സ്വാമി സേവാനന്ദൻ ദുഃഖത്തോടെ അവരെ നോക്കി. അത് അങ്ങനെ വരില്ല, അവർ പുഞ്ചിരിയോടെ പ്രതിഷേധിച്ചു. അല്ല, സേവാനന്ദൻ ശവസംസ്കാരത്തിൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞു. വരൂ, ഞാൻ മുൻവശത്തെ പൂന്തോട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥലത്തേക്ക് മായെ കൊണ്ടുപോകാം. നിശ്ചയദാർത്ഥത്തിൽ മാ തലകുലുക്കി. അദ്ദേഹത്തിന് മരണമില്ല. തൻ്റെ പതിവ് നടത്തത്തിനിടയ്ക്ക് അദ്ദേഹം ഇന്ന് രാവിലെ 10 മണിക്ക് എൻ്റെ പടിവാതിൽ കടന്നുപോയി. പകൽ വെളിച്ചത്തിൽ തെളിഞ്ഞ വാതിൽപ്പുറത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തോട് കുറേ സമയം സംസാരിക്കുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം ആശ്രമത്തിൽ വരൂ, അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാനിതാ എത്തിയിരിക്കുന്നു. ഈ വൃദ്ധശിരസിൽ അനുഗ്രഹാശിസുകൾ ചൊരിയപ്പെടുന്നു. താൻ ഭൂതാതീതമായ ഏതു ശരീരത്തിലാണ് ഇന്ന് രാവിലെ എന്നെ സന്ദർശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കണമെന്ന് അനശ്വരനായ ഗുരുദേവൻ ആഗ്രഹിച്ചു. അത്ഭുതസ്പർദ്ധനായ സേവാനന്ദൻ അവരുടെ മുന്നിൽ നമസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, മാ, എന്തൊരു ദുഃഖഭാരമാണ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് നീക്കിയത്. അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നന്ദി, സ്നേഹം.